ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ചിന്താലേശ്വരായ, ഓം ദുർഗാനന്ദേശ്വരായ, ഓം പ്രഭാകരാനന്ദേശ്വരായ, ഓം പരബ്രഹ്മസ്വരൂപമേ നമഃ. ഈശ്വരൻ്റെ സർവ്വവിധ അനുഗ്രഹം സരസ്വതി കടാക്ഷമായി എന്നിൽ നിറയട്ടെ. പുണ്യാത്മാക്കളെ, ഇത് നമുക്ക് ഈ കലിയുഗത്തിൽ അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി അമ്മയുടെ അനുവാദത്തോടു കൂടി പടച്ചുവിട്ട ആ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെ, ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തിലൂടെ എല്ലായിടത്തും പോയി അവസാനം ഗതി കിട്ടാതെ വരുമ്പോൾ അവസാനം വന്നാശ്രയിക്കുന്ന ഒരു സത്യമാണ് ബ്രഹ്മം, അല്ലെങ്കിൽ സത്യം. ആ സത്യം എവിടെ ഉണ്ട്, എങ്ങനെ ഇരിക്കും എന്നെല്ലാം നമുക്ക് വളരെ ലളിതം. എനിക്ക് ഭൗതിക വിദ്യാഭ്യാസം ഇല്ല, എൻ്റെ ഗുരുനാഥന് ഭൗതിക വിദ്യാഭ്യാസം ഇല്ല. പക്ഷെ ഇത് നാളെ ഇതും കഴിഞ്ഞ് എന്നെ എങ്ങോട്ട് വിട്ടാലും, ഭഗവാൻ എങ്ങോട്ട് എന്നെ വിട്ടാലും, എത്ര പ്രാരാബ്ധത്തിൽ കൊണ്ടെത്തിച്ചാലും എന്നെ സത്യത്തിൽ നിന്ന് വിടുതൽ ചെയ്ത് മാറ്റരുതേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ഈ കാണിക്കുന്ന എല്ലാ രഹസ്യവും ഇവിടെ അമ്മയുടെയും ഗുരുവിൻ്റെയും അനുഗ്രഹത്തോടു കൂടി ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾ എത്രയോ ജന്മം ചെയ്ത സുഹൃതമുള്ളതുകൊണ്ടാണ് ഇവിടെ ഇന്ന് വരാൻ നിങ്ങൾക്ക് നിയോഗം ഉണ്ടായത്. ഈ ഉള്ളവന് ആയിട്ട് സാഹോദര്യം പങ്കിടാൻ. അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ പിടിക്കാനുള്ളതല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വാസനകളും ആവശ്യങ്ങളും അറിവുകളും ഉണ്ടാവും. ഇവിടെ പറയുന്നത് അവരവരുടെ മനോഭാവത്തിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ തിരി തെളിച്ചാൽ മതി. ദൈവം ഉണ്ടെങ്കിൽ, പുസ്തകത്തിലുണ്ടെങ്കിൽ, വിഗ്രഹത്തിലുണ്ടെങ്കിൽ, ദേവാലയങ്ങളിലുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിയാനുള്ളത് ദൈവം ഉണ്ടെന്നാണ്. ആ ദൈവം ആർക്ക് അന്വേഷിക്കുന്നവർക്ക് കിട്ടും. അതിന് സ്ട്രൈറ്റ് വഴി എന്താണ്? പല പല വഴികളുണ്ട്. രാമായണ പാരായണം, ഭഗവത്ഗീത പാരായണം, നാമജപം, സേവനം, ഇങ്ങനെ അനവധി കാര്യങ്ങളിൽ കൂടിയാണ് ഒരാൾ അവസാനം ഈ മൂന്നും കൂടെ ഒന്നാവുന്നത്. ഗുരുത്വം, ഗുരു, ദൈവം. ആ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, എത്രയോ കാലത്തിന് മുമ്പേ സൃഷ്ടി നടത്തി. സൃഷ്ടി നടത്തണമെങ്കിൽ ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞ് അഹങ്കാരമായതിന് അത് തന്നെ സാക്ഷി എന്ന് പറഞ്ഞ പോലെ നാം പാഴാണ് എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ നിരന്തരം പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ ഉറക്കം തൂങ്ങിയായി, ആര് നല്ല സ്ഥലത്തേക്ക് വിളിച്ചാൽ പോകാതെയായി, ആര് പഠിക്കാൻ പറഞ്ഞാലും പോകാതായി. ഇത് നമുക്ക് രണ്ട് തരം ആത്മീയത കൂടെ ഉണ്ട്.
അനവധി ദേവീദേവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവിടെ നിന്ന് അനുഗ്രഹം കിട്ടണേ. ദേവാലയങ്ങളിൽ അപ്പോൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടുക്ക് ശിവക്ഷേത്രമുണ്ട്, പല ഭാവത്തിലും രൂപത്തിലുമുണ്ട്. ഈ ശിവതത്വം അറിഞ്ഞ് പൂജിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ മഹാത്മാ പോലുള്ളവർ. അവരൊരു പൂവെടുത്ത് ഭഗവാന് അർപ്പിച്ചാലും അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ല, അതിൻ്റേതായ ഫലമുണ്ട്. നമ്മൾ ദൈവത്തിന് എന്ത് കൊടുത്തു എന്നല്ല, എങ്ങനെ കൊടുത്തു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഊന്നുവടിയാണ് വിശ്വാസം. അത് ദൈവവിശ്വാസമാവാം, പലതരം വിശ്വാസമാകാം. ആ വിശ്വാസത്തിൽ നിന്ന് മാത്രമേ അടുത്ത പടിയിലേക്ക് കയറാൻ പറ്റൂ, ആശ്വാസത്തിലേക്ക്. ആ ആശ്വാസത്തിൽ നിന്ന് അടുത്ത പടിയിൽ കയറിയാലേ അനുഭവത്തിൻ്റെ തലത്തിലെത്തും. ഒരു കൊച്ചങ്ങി തേങ്ങയാണ്, കൊപ്രയാണ്. പക്ഷെ കൊപ്ര ആവണമെങ്കിൽ അതിന് ഒറ്റയടിക്ക് ആരെങ്കിലും സത്സംഗം പറഞ്ഞെന്നും പറഞ്ഞും കൊണ്ടൊന്നും ആരും ഈശ്വരനായി കളയില്ല. അപ്പോൾ എന്നിൽ എന്തിറങ്ങിപ്പോകാതിരുന്നാൽ ഞാനുണ്ടോ, ആ ഞാനിന്ന് ഉറങ്ങാൻ സഹായിക്കുന്ന, ഉണരാൻ സഹായിക്കുന്ന, സ്വപ്നം കാണാൻ സഹായിക്കുന്ന, ജീവിക്കാൻ സഹായിക്കുന്ന, നല്ല കാഴ്ചപ്പാട് ഉദിപ്പിക്കുന്ന, മുന്നിൽ വരുന്നവർ ഏത് തരം താണ്ഡവമാടിയാലും അവിടെ വിനീതഭാവത്തിൽ നമുക്കതിനെ എങ്ങനെ നേരിടാം എന്ന ഏറ്റവും എന്താ പറയുക, ഖജനാവ് അവനവനിലാണ്. അവനവൻ്റെ മനസ്സിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയാൽ, ആത്മവിശ്വാസം ഇറങ്ങിപ്പോയാൽ പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ വയസ്സാം കാലത്ത് ഇവിടെ വന്നിരിക്കുന്നത് 100ഓളം വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൊക്കെയാണ്. ഈ രൂപത്തിലൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ എൻ്റെ മിടുക്കൊണ്ടോ ഇതൊന്നുമല്ല, പടച്ചു വിട്ടവൻ്റെ അനുഗ്രഹവും ഇങ്ങനെ ഒരു ദേവാലയം ഇങ്ങനെ വരാൻ നിമിത്തം കിടക്കുന്നു. അതിലൂടെ നമ്മൾ ഇനി പരിവർത്തനം ചെയ്യും. സംസ്കാരം കൊണ്ട് എന്ത് നേടും, പരിഷ്കാരം കൊണ്ട് എന്ത് നേടും? എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത്? കണ്ണ് കണ്ടുകൂടാത്തത് എവിടെയാണ്? ജീവിതത്തെ കാണാത്തത് എവിടെയാണ്? ഏത് കണ്ണുകൊണ്ടാണ് നമുക്ക് ജീവിതത്തെ കാണുന്നത്? ഈ കണ്ണാണോ അതോ ഇതിനകത്തൊരു കണ്ണുണ്ടോ? ഒട്ടുമുക്കാൽ ഭാരതത്തിൽ പിറന്ന ഋഷീശ്വരന്മാർ വിദ്യാസമ്പന്നരല്ലായിരുന്നു. കാളിദാസൻ മുതൽ. അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം ഇതിന് വേണ്ട. വിവരമുണ്ടാകാൻ, ഞാൻ പാടല്ലെന്നറിയാൻ. ഞാനുണ്ടെങ്കിലല്ലേ നമ്മളായിട്ടും ചിന്തിക്കൂ, നിങ്ങളായിട്ടും ചിന്തിക്കൂ. നിങ്ങളായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മതിലാണ്. ഇതിന് ജാതിയില്ല, മതമില്ല. ഏതൊരു ജീവജാലങ്ങളും ഇവിടെ പിറന്നിട്ടുണ്ടെങ്കിൽ അത് മരിക്കും, ശരീരം വിടും. വിടുന്നതിന് മുമ്പ് ഇതിനകത്തിരിക്കുന്ന തേങ്ങയാണ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള കൊപ്രയാണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്നത്തെ പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം എന്ന് ചിന്തിച്ചാൽ, നമ്മൾ എത്ര പ്രതിസന്ധി തരണം ചെയ്തിരിക്കുന്നു, കൊറോണയെല്ലാം അതിജീവിച്ചിട്ടില്ലേ? എന്തെല്ലാം ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ഓരോരുത്തരും ഇവിടെ വന്ന് ഇതുവരെ എത്തിയത്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ, ഭുവനേശ്വരിയുടെ അല്ലെങ്കിൽ അന്നപൂർണേശ്വരിയുടെ മഹത്വം അറിയണമെങ്കിൽ, മുമ്പിൽ കിട്ടുന്ന അന്നത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ, ജീവശ്വാസത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ, അഗ്നിയുടെ മഹത്വം അറിയണമെങ്കിൽ,
ആകാശത്തിൻ്റെ 5 തത്വം കൊണ്ടാണല്ലോ ഉടലുണ്ടായത്. അപ്പോൾ ഉടൽ ഉണ്ടായി വന്നപ്പോൾ ഞാൻ എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നു? ആരാ ഇവിടെ സ്വാതന്ത്ര്യമുള്ളവൻ? ഈ ശ്വാസം ഇറങ്ങിപ്പോകുന്ന, അതിന് സാക്ഷിയായി നിൽക്കുന്ന അകത്ത് ആരോ ഒരാൾ ഉള്ളതുകൊണ്ടാണല്ലോ ഈ രൂപമെടുത്ത് നമ്മൾ ഈശ്വര ചൈതന്യങ്ങൾ ഇങ്ങനെ വിളയാടുന്നത്. അറിവ് പലവിധം, പലർക്കും പല കർമ്മങ്ങളുണ്ട്, പല കാഴ്ചപ്പാടുണ്ട്, പല വാസനകളുണ്ട്, പല തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, ശരികളുണ്ട്. അപ്പം നമ്മളെ തന്നെ കടഞ്ഞെടുക്കുന്ന വിദ്യയാണ് ദേവാസുര എന്താ പറയുക, പാലാഴി കടയുന്ന വിദ്യ. എന്നിലുള്ള അസുരനെയും എന്നിലുള്ള ഈശ്വര ചൈതന്യത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് കടഞ്ഞതാണ് ഈ പാലാഴി മദനം. അതിൽ നിന്ന് കിട്ടിയതെന്താ? അമൃത്. ഹൃദയത്തിൽ ഇരിക്കുന്നവ ഉണർന്നു വന്നു, ഇല്ലേ? എന്തെല്ലാം രീതിയിൽ ഭഗവാന്റെ ചിത്രം പൂർവികർ ഇവിടെ കാണിച്ചിട്ട് അതിന് 3 കണ്ണുണ്ടെന്ന് കാണിച്ചു. മഗതികൾ ഇത് പൊട്ടു തൊടുന്നുണ്ട്. നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിലത് ഒരു ഭയങ്കര ഇതാണ്. ഇവിടെ എന്തോ ഒന്നുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെ വേണം? ഇവിടെ പൊട്ടു തൊടുന്നുണ്ട്. ഏത് അമ്പലത്തിൽ നിന്നും നമ്മൾ പൊട്ടു തൊടുന്നുണ്ട്. അതിൽ 3 തരം പൊട്ടുണ്ട്. ഒന്ന് ഭസ്മം, 2 ചന്ദനം, 3 കുങ്കുമം. ഇത് 3 തരത്തിലെ സാങ്കല്പ്യ ദൈവത്തിൻ്റെ പ്രതീകമാണ്. ഭസ്മം ശിവത്തിൻ്റെ പ്രതീകമാണ്. ചന്ദനം വൈഷ്ണവത്തിൻ്റെ പ്രതീകമാണ്. കുങ്കുമം പരാശക്തിയുടെ പ്രതീകമാണ്. ഇത് 3 തൊടുന്നത് പുറത്താണെങ്കിൽ ഇതിനകത്തിരിക്കുന്നവനെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ ഒരു കാര്യമുള്ളത്, നമ്മളൊരു മൊബൈലാണെന്ന് സ്വയം ധരിച്ച് എവിടെന്നെങ്കിലും ഒരു ചാർജ് കയറ്റി, ചാർജ് എന്ന് പറഞ്ഞാൽ സത്സംഗങ്ങൾ, സംശയ നിവാരണ കൂട്ടായ്മ, എന്താ പറയുക, ഇങ്ങനെ പിടിക്കാതെ സ്ട്രൈറ്റ്. ഇപ്പം ഇത്രയും ഉള്ള കളിയേ ഉള്ളേ. ഈ 3 വിരൽ കൊണ്ട് അടക്കി പിടിച്ചിരിക്കുകയാണ് ശ്വാസം. ഇത്ര അടച്ചു പിടിച്ചാൽ വേറെ ഒരിടത്തൂടെയും ശ്വാസം പോവില്ല, സത്ത് പോവും. അതുകൊണ്ട് ഈ ശ്വാസത്തിൻ്റെ നാഥൻ ഞാനാണോ ഈശ്വരനാണോ? ഈ ശ്വാസം വലിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഞാനും നിങ്ങൾ അന്ന് അവതരിച്ചു. നെട്ടുവഴി ഒരു മാങ്ങയ്ക്ക് നെട്ടുവഴി ഈ എവിടൊക്കെയോ ഉള്ള അടിയും തലവടലും എല്ലാം കൂടെയൊക്കെ അങ്ങ് കൊടുത്ത് അന്നന്ന് ഇതിനെ വളർത്തുന്ന ഈ നാഥനാര്? അതാണ് ഗുരുവായൂരപ്പൻ. അത് പിരുത്തിട്ടാലോ ഗുരുവുണ്ട്, വായുവുണ്ട്. വായുവാണല്ലോ ഗുരു അകത്തിരിക്കുന്നതുകൊണ്ടാണ്. ഗുരുത്വം ഇവിടെ ഉണ്ട്. ഗുരുത്വം കെട്ടവനെന്ന് നമ്മൾ പറയാറുണ്ട്. അവന് പറഞ്ഞു കൊടുത്താൽ തലയിൽ കയറാത്തതുകൊണ്ടും അവൻ ഇങ്ങനെയുള്ളതിന് നിന്ന് കയറാത്തതുകൊണ്ടുമാണ്. ഇങ്ങനെയുള്ളിടത്ത് ഓടി ഒളിക്കും. അപ്പോൾ സ്വയപരിവർത്തനം വരാൻ ഇതിനകത്ത് ചില ശീലങ്ങൾ വരുത്തിയാൽ, ഒരു പരിപാലനം വരുത്തിയാൽ, അതായത് ഈ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്ത് പറ്റും?
നമ്മൾ ആരെയാണോ വിളിക്കുന്നത് അവർക്ക് നമ്മെ വായിക്കാതിരിക്കാൻ പറ്റൂ. ഓംകാരമായ നാദമാണ് ആദ്യം ഉണ്ടായത്. അതിൽ നിന്നാണ് ഈ മന്ത്രങ്ങളും സിനിമാ പാട്ടും എല്ലാം ഉണ്ടായത്. പക്ഷെ ഭാരതത്തിൽ പറഞ്ഞിട്ട് ഈ വേദാന്തമെല്ലാം ഇങ്ങനെ അനവധി ഋഷീശ്വരന്മാർ ഇങ്ങനെ ഇത് വാതോരാതെ പറയുന്നിടത്ത് എത്ര പേര് ചെല്ലും? അതിൻ്റെ തൊട്ടടുത്ത് ഒരു ആർഭാടം കാണിക്കുന്ന ശൂലം കുത്തോ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു അവിടെ എത്ര പേര് ചെല്ലും? ഒരു തന്ത്രിക്കും ഒരു പൂജാരിക്കും പ്രസിഡന്റിനും കൊടുക്കുന്ന വില ഹൈന്ദവ വിശ്വാസത്തിൽ സനാതന ധർമ്മത്തിൽ താഴെത്തട്ടിലുള്ളവർക്ക് ഒരു സന്യാസിക്ക് കൊടുക്കാൻ കേരളത്തിൽ കഴിയുമോ? കേരളത്തിൽ അവർക്ക് തുണി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വെറുതെ ഇങ്ങനെ ഉടുപ്പിട പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. ഇതെല്ലാം കളഞ്ഞിട്ട് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇതിൻ്റെ ചർച്ചയിൽ പറയും അദ്ദേഹം എവിടെയാണ് പൂർവാശ്രമം, ഗൾഫിൽ പോയ കാര്യം. ഇന്ന് ചിദാനന്ദപുരിയുടെ ഇവിടുത്തെ ആശ്രമത്തിൻ്റെ അദ്ദേഹത്തിന് ഒരുപാട് ആശ്രമമുണ്ട്. അതിലെ ഇവിടുത്തെ ആശ്രമത്തിൻ്റെ മെയിൻ ആളാണ്, മഠാധിപതിയാണ് എന്ന് പറഞ്ഞതുപോലെ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഇത് ധ്യാനത്തിന് സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുകയല്ല. കോടി കോടി പുണ്യം ചെയ്താലേ ഈ മണ്ണി പറഞ്ഞതിൻ്റെ രഹസ്യം. ഇത് പറയുന്നവൻ ആരാണെന്ന് അവനെ നിങ്ങൾ കല്ലെറിയാൻ എന്ത് വേണോ ചെയ്തു. അഹങ്കാരമുള്ളവർ അങ്ങനെ എറിയും. അത് നിങ്ങൾ പറയും പോലെ തന്നെ. പക്ഷെ എനിക്കൊരു കുഞ്ഞിനെയും കുറ്റം പറയാൻ പറ്റൂല, മനസ്സില്ല. എൻ്റെ സമകാലികർ ദൈവമക്കളാണ്, എല്ലാത്തിലും ആത്മാവുണ്ട്. എനിക്ക് മാനസിക വൈകല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ട്. കൃഷ്ണനുണ്ട്, രാമനുണ്ട്, യേശുവിനുണ്ട്. പക്ഷേ നമ്മളെ പരിശുദ്ധിയാക്കാൻ നമ്മുടെ വാച്ചിൻ്റെ കേന്ദ്ര ബിന്ദുവിൽ എന്തുകൊണ്ട് മനസ്സിനെ ഉറപ്പിച്ചുകൂടാ? വെളിയിലല്ലല്ലോ. ആ ദേവാലയത്തിൽ നിന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് എന്തുകൊണ്ട് ഈ ദൈവത്തെ ഉൾക്കൊണ്ടുകൂടാ? ഇതും കൊണ്ടാണല്ലോ പഠിക്കാൻ പോണതും സിനിമ കാണാൻ പോണതും എല്ലാത്തിനും. ഇവനെ അറിയിച്ചിട്ട് അതാണ് കൃഷ്ണതത്വം. ആ പടം മാത്രം മതി ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഈ തേര് ഭഗവത്ഗീത മാതാവിൻ്റെ ഇത് എനിക്ക് സംസ്കൃതമൊന്നും അറിയില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ആ പടം ഈ തേരാരാണ്? എൻ്റെ ശരീരമാകുന്ന തേര്. അവനവൻ്റെ ഇതിൽ 5 കുതിര എന്താണ്? ഇതിനകത്ത് 2 വ്യക്തികളാര, ഒന്ന് കൃഷ്ണനും ഒന്ന് അർജുനനും. വില്ലേന്തിയ അർജുനനും ജ്ഞാനസ്വരൂപനായ എല്ലാത്തിനും കൊന്ന് വച്ചിട്ട് ഇതിനകത്ത് കയറിയിരിക്കുന്ന ത്രികാല സത്യസ്വരൂപനാണ് ഈ ആത്മാവെന്ന് പറഞ്ഞാൽ പരമാത്മാവ്. അത് വൈകുണ്ഠനാഥൻ്റെ പൂർണ്ണ അവതാരമാണ് ശ്രീകൃഷ്ണൻ. പഞ്ചപാണ്ഡവരാകുന്ന 5, ആ 5 പേരുടെ ഭാഗത്ത് ഭഗവാൻ നിന്നപ്പോൾ 101 വരെ അതൊരു കഥയെന്ന് നമ്മൾ കണക്കൂട്ടിയാൽ മതി. അവിടെ നമ്മുടെ ജീവിതത്തിൽ യുദ്ധം വേണ്ട, നമ്മുടെ ജീവിതത്തിൽ പ്രതിപക്ഷം വേണ്ട. അത് എവിടെ ഒരു തെങ്ങായിട്ട് നമ്മൾ ജനിച്ചു, അല്ലെങ്കിൽ എവിടെ ഒരു എന്താ പറയുക ഒരു ചെടിയായിട്ട് ജനിച്ചു. എൻ്റെ നിയോഗം ചിലപ്പോൾ ഒരു വട്ടയിലയായിരിക്കാം. ഞാൻ എൻ്റെ ഗുണം കാണിച്ചാൽ മതിയെന്നേ.
ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ. ഏത് കടം വാങ്ങിക്കാതെ ആരും ഇവിടെ ഇല്ല. എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇതുണ്ടാവില്ല. അതിൽ നിന്ന് യുദ്ധം ഉണ്ടാവണമെങ്കിൽ 50 പൈസയുടെ ഒരു ഇത് മതി. ഇഷ്ടമുള്ളപ്പം കൊടുത്ത് അത് സമയത്തിന് കൊടുക്കാതെ ആയാൽ വെറും 50 പൈസയ്ക്ക് വേണ്ടി ഭാര്യ ഭർത്താവിനെ കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാനുള്ളത് ആപത്തൊഴിവാകുന്ന വിദ്യ പഠിക്കും. ആദരിക്കാനാണ് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. നമുക്ക് വേറൊരാളിനെ പഠിപ്പിക്കാൻ പറ്റില്ല, അല്ലേ? കാര്യം അമേരിക്കയിലിരിക്കുന്ന, ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന, തകർന്ന് തരിപ്പണമായി ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരുവൻ്റെ ഒരു ഫോൺ കോള്, വിവരമുള്ള ഒരു അല്ലെങ്കിൽ ഒരു ദൈവിക ഗുണം ഉള്ള ഒരുവന് ആ സമയത്ത് ഞാൻ ഇങ്ങനെ മരിക്കാൻ പോകും. ഇവൻ ഈ പറയണവൻ്റെ ഒന്നും കാണില്ല. നിനക്ക് വേറെ ജോലിയില്ല, എടാ നീ ഉദ്ദേശിച്ച ഇവിടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വാ പെട്ടെന്ന്. അപ്പോഴും തീരും ആ ഇത്. എന്താ പറയാ, ഞാൻ എൻ്റെ ജീവിതം, ഞാൻ സിനിമ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരാൾ എല്ലാം കെട്ടി തൂക്കി വച്ചിട്ട് കയറിടാൻ നിന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കൂടിയാണ് ഞാൻ വരണത്. എൻ്റെ ഒരു അമ്മാവനായ ആൾ, കുടുംബകലഹം, അവിടെയെല്ലാം വീടിക്കുച്ചങ്ങൾ ഇതെല്ലാം കിടക്കുന്നു. പണ്ട് ഇതേപോലെ വീടൊന്നുമില്ല, കാട്ടിക്കൂടിയൊക്കെയാണ് സെക്കൻഡ് സിനിമ കണ്ടുവരുന്നത്. അന്നേരം എന്നെ അവിടെ കൊണ്ട് എത്തിച്ചു. അദ്ദേഹം മരിക്കാൻ യോഗം ഇല്ല. ഇത് നാളെ എനിക്കും പറ്റാം. അതുകൊണ്ട് മനുഷ്യരിൽ കൂടി തല്ലും തലോടലും ഇവിടെ വിറച്ച് വച്ചിട്ട് തന്നെയാണ് കൃഷ്ണൻ്റെയും യേശുവിൻ്റെയും എൻ്റെയും നമ്മുടെ മക്കളുടെ കാലത്തും ഒക്കെ നമ്മളിവിടെ. പക്ഷേ തമോ ഗുണ, രജോ ഗുണ, സത്വ ഗുണമുള്ള ആ ഗുണങ്ങൾ നമുക്കെങ്ങനെ വയലൻ്റ് ആവാൻ എളുപ്പമാണ്. അവസാനം എടുക്കാനുള്ള ആയുധമായിരിക്കണം. എന്തായാലും 100 പേര് നമ്മളെ ആക്രമിക്കും. ക്ഷമയോടെ ജീവഹാനി വരും. അതാണ് ഈ കൃഷ്ണൻ്റെ തത്വമൊക്കെ. അങ്ങ് കളരിയുടെയൊക്കെ തത്വം, തൊടല്ലേ തൊടല്ലേ തൊട്ടാ വിടല്ലേ, അല്ലേ? അതുകൊണ്ട് ഒരു വിധത്തിലും നമ്മളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നുണ്ടെങ്കിൽ ഈ 1000 പേരെ നമുക്ക് കൊല്ലാൻ പറ്റൂ? തല ഏതാണെന്ന് നോക്കണം. നമ്മളേതായാലും പോവും, തലയും കൊണ്ട് പോകണം. അതാണ് നിയോഗം. രാവണനെ കൊന്നുകൊണ്ടാണ് പേര്. രാവണനെ വിട്ടിട്ട് ബാക്കിയുള്ളവരെ കൊന്നിരുന്നെങ്കിലോ? അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ഗുരുവും ദൈവവും നമ്മൾ വിളിച്ച് കയറ്റണം. അരൂപമാണ് ദൈവം, അരൂപമാണ്. ഭാഗ്യം അരൂപമാണ്. അപ്പോൾ കേൾക്കും, വായുവിനെ നമുക്ക് കാണാൻ പറ്റും, നാളത്തെ നിർഭാഗ്യത്തെ നമുക്ക് കാണാൻ പറ്റും, നാളത്തെ ഇത് എന്താ പറയുക, ഭാഗ്യത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ശവബോധം വേണം നമുക്ക്. ജീവിത നാടകം അഭിനയിക്കാൻ ഈ തേര് വേണം. ഇതിനകത്തിരിക്കുന്ന ശിവത്തെ കൂടെ, അതായത് ഭഗവത് ചൈതന്യത്തെ കൂടെ, ഞാൻ ഇതല്ലല്ലോ, ഇനി ജന്മം എടുക്കാൻ പോകണമെങ്കിൽ ഈ നാശമില്ലാത്ത ചൈതന്യം വേണ്ടേ? അപ്പോൾ ആ രഹസ്യങ്ങളാണ് ഇവിടെ അമ്മ എല്ലാം കൂടെ ചേർന്ന്. അമ്മ എന്തും ബുദ്ധിമുട്ടിയായിരിക്കും ഇത് ശിവ എന്ന് എനിക്ക് പറഞ്ഞു വിട്ട ആള് ചിന്താലേശ്വരി, പറഞ്ഞു വിട്ടത് എല്ലാവരെയും തലയിരിക്കുന്ന ദ്രവ്യപ്പാറ. എല്ലാവരും ആവശ്യപ്പെടുന്നത് ജ്ഞാനപ്പാറ ആരും ആവശ്യപ്പെടില്ല. സരസ്വതി ഇഷ്ടപ്പെടില്ല, അട്ടിക്കണക്കിനുള്ളതിനെ ഇഷ്ടപ്പെടും. ദ്രവ്യപ്പാറ. ഈ ദ്രവ്യപ്പാറയ്ക്കകത്ത് തന്നെ, അവനവൻ്റെ തലയ്ക്കകത്ത് തന്നെ ജ്ഞാനപ്പാറ ഉണ്ട്, അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ട് എന്നാണ്. അത്
ഭഗവാൻ ഞാൻ കർമ്മദോഷവും അങ്ങനെ ആയതുകൊണ്ട് ശിവപ്രിയയായിട്ട് ഇവിടെ വന്നു. ഞാൻ അതിനെ പരിപാലിച്ചു, അതെന്നെ പരിപാലിക്കുന്നു. ഈശ്വരനെ ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു? എൻ്റെ മുമ്പിൽ വന്ന സമകാലികരെ ആദ്യമൊക്കെ ഞാൻ വെട്ടും കുത്തുമൊക്കെ നടത്തിയവനാണ്. ഭൗതികതയിൽ ഞാൻ ഒരു രത്നാകരൻ തന്നെയാണ്, അതും ഇവിടെ തന്നെയാണ്. അതിൽ നിന്ന് പരിവർത്തനം വന്ന് ഇന്നെൻ്റെ മുമ്പിൽ വരുന്ന പക്ഷി മൃഗാദികളിലും സസ്യലതാദികളിലും എന്നോട് കണ്ട് മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കണ്ണും മൂടി പോകുന്നവർ പോലും എനിക്ക് അവരുടെ ചൈതന്യം എന്താണെന്ന് എനിക്കറിയാം. അവരറിയുന്നില്ല. അതുകൊണ്ട് ഉള്ളിലുള്ളത് എന്തായാലും വാക്കിലെ നോട്ടത്തിലെ ഇതെല്ലാം പെട്ടെന്ന് ജാതിബോധം പോവില്ല, ഭേദചിന്ത പോവുമെന്ന് വിചാരിക്കല്ലേ. പിന്നെ ദൈവം, ശിവം, നമ്മുടെ സത്യസ്വരൂപൻ ഉണർന്നു വന്നല്ലാതെ ഈ രാജേന്ദ്രബോധം പോവില്ല. ചുമ്മാ ഞാൻ പറയണേ, ഈ വിറവ് കമ്പ് പെട്ടെന്ന് എരിഞ്ഞ് പോവില്ല. പക്ഷേ ഇതിൽ ഈ അഗ്നിയും കൂടെ ചേർന്ന് ഊതി തെളിപ്പിച്ചു, ഞാൻ ഇതല്ല, എൻ്റെ ശരീരം പോവും ഭഗവാന്, നീ എന്നെ കൈവിടരുത്, നീ എന്തിനെന്നെ പടച്ചു വിട്ടു, എൻ്റെ വാക്കുകൾ ഇത് തെറ്റാതിരിക്കേ. നേരെ മൈക്ക് കിട്ടിയ സംസാരിക്കാൻ അറിവില്ലാത്ത തലത്തിൽ നിന്ന് എന്നിൽ ഇത്രയെങ്കിലും പ്രസൻറ്റ് ചെയ്തത് ആ സാന്നിധ്യമാണ്. നമ്മളിലൊരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമാണ് ശവത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ശിവം. സരസ്വതി കനിഞ്ഞാൽ ബ്രഹ്മത്തെ കാണിച്ചു, പടച്ച തമ്പുരാനെ കാണിച്ചു. നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിരന്തരം ഇഷ്ടപ്പെട്ട് നമ്മൾ ഇതിനെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പ്രശ്നം നമുക്ക് തന്നെ പറഞ്ഞു തരാൻ നമ്മുടെ ഉൾബോധത്തിൽ തന്നെ ഭഗവാൻ വന്ന് വിളയാടും. ഭഗവാന് പാറയോ ഇതൊന്നും വിശ്വനാഥന് ഇതില്ല. പിന്നെ നമ്മുടെ തലയ്ക്കകത്ത് കയറാൻ, പിന്നെ പിശാചിന് കയറാൻ പെട്ടെന്ന് കഴിയും. ഇത് രണ്ടും ഇരിക്കുന്നവിടെ അവനവനിലാണ്. എന്നാൽ നമ്മൾ ഒറ്റയടിക്ക് നന്നാവണ്ട. നമ്മൾ ഏത് പടുകുഴിയിലെ കിടക്കട്ടെ, ഈ ഒരു താങ്ങും കൂടി കൊണ്ട് കടന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ ആത്മീയത, പരമാത്മ സത്യത്തെ കണ്ടെത്തുന്ന അവസ്ഥ വരെ കൊണ്ടെത്തിക്കും. പിന്നെ ജീവൻ മുക്തി, പിന്നെ ജനിക്കണ്ട, വന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു. അതാണ് യോഗീശ്വരന്മാർ. പിന്നെ സാധാരണ പറയണ ആത്മീയത വേറൊന്നാണ്. രാവിലെ ഇവിടെ നിന്ന് പൈസയും കൊണ്ട് ഈ കോവിലിൽ പോവും, അവിടെ നിന്ന് നേരെ അപ്പുറത്തെ കോവിലിൽ പോവും. ദേവന്മാർക്ക് എന്താ പറയുക, ഇവരുടെ ഇത് മനോഭാവത്തിലാണ്. ഇങ്ങനെ ഒരു ദേവൻ്റെ അടുത്ത് പെയ്യാലും, ഒരു ജോത്സ്യൻ്റെ അടുത്ത് പെയ്യാലും, ഒരു തന്ത്രിയുടെ അടുത്ത് പെയ്യാലും, ഒരു ഗുരു എന്ന് പറയുന്ന ഒരാളിനെ പൂർണ്ണമായി വിശ്വസിച്ച് ആ വാക്കുകൾ ഗുരുവിനെ അടുത്ത് തലയിൽ കയറ്റണമെന്നല്ല, ഗുരു പറയുന്ന വാണി എന്ന് പറഞ്ഞാൽ സരസ്വതി അക്ഷരം, ഇതിലൊരു കഴമ്പുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ആര് വന്നാലും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ് ഈ സനാതനധർമ്മം. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ മുസ്ലിം സമുദായക്കാർ നമ്മുടെ ഹിന്ദുക്കളെയാണ് മതം മാറ്റിയത്. ക്രിസ്ത്യ സഹോദരങ്ങൾ നമ്മുടെ ഹിന്ദുക്കളെയാണ് മതം മാറ്റിയത്. അവരിന്ന് ഹിന്ദുക്കളെ മൊത്തവും മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്നു.
അപ്രാണിയായ ജന്തു തലത്തിൽ കിടക്കുന്ന ഹിന്ദുക്കളെല്ലാം ഈ എലിപ്പത്തായത്തിൽ ചെന്ന് കയറുന്നു. ദശാംശം എല്ലാം കൊടുത്ത് അവൻ്റെ കുട്ടികൾക്കൊരു ജോലി കൊടുത്ത് ഇതെല്ലാം വല്ലാത്ത ഒരു അടിമയാക്കുന്നു. ഹൈന്ദവ വിശ്വാസം അടിമയാക്കലല്ല. നിങ്ങളിവിടെ വരാതെ ഇരി, അതെൻ്റെ വിഷയമല്ല. പക്ഷെ ഭൂമിയിൽ പിറന്നതിൻ്റെ മഹത്വം അറിയും, നമ്മൾ ഇരിക്കുന്നതിൻ്റെ മഹത്വം അറിയണം, അക്ഷരത്തിൻ്റെ മഹത്വം അറിയണം. എവിടെ നിന്നെല്ലാം വന്ന നിങ്ങൾക്കൊന്നും തരാൻ എനിക്കില്ല. ശുദ്ധ എൻ്റെ ഭഗവാന്, നിങ്ങളെ ഭഗവാന്. നമ്മൾ ഒരമ്മയ്ക്കും ഒരച്ഛനും പിറന്ന ഭാരത മാതാവിനും പടച്ച തമ്പുരാനും പിറന്നെങ്കിൽ നമ്മൾ ജാതി തിരിച്ച് കാണണ്ട, മതം തിരിച്ച് കാണണ്ട. പക്ഷെ നമ്മളെ ഹൈന്ദവ വിശ്വാസത്തിൽ കോടാനുകോടി ക്ഷേത്രത്തിൽ പോയാലും ഈ ശിവരഹസ്യം, ആത്മരഹസ്യം പറഞ്ഞു കൊടുക്കില്ല. അത് കേൾക്കാനുള്ള സമയമില്ല. ഇന്ന് ഒരമ്മ ആത്മാവാണ്. ആ അമ്മയുടെ മഹിമ എന്താണ്? ഒരു വീടിൻ്റെ മഹിമ എന്താണ്? അമ്മ എങ്ങനെ പരിചയപ്പെടുത്തിയാൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അച്ഛൻ അമേരിക്കയിൽ നിൽക്കുകയാണെങ്കിൽ ആ അച്ഛനെ ഈ കുട്ടി ചേർത്ത് പിടിക്കാനും അകറ്റി കൊണ്ടുപോകാനും അമ്മ പഠിപ്പിക്കും പോലെ ആ അച്ഛന് ഈ കുട്ടി കാണും. എൻ്റെ വയറ്റിപ്പഴപ്പിനാണ് ഞാൻ വെള്ളം വേണ്ടി ചായ കുടിക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാം ചെയ്യണ വലിയ ജോലിയാണ്. സന്യാസി ചെയ്യണത് അതിനേക്കാളും വലിയ കാര്യമാണ്. തപസ്സും കൂടിയുണ്ട് അത്. അതുകൊണ്ട് ഒരു സന്യാസി എന്ന് പറയുന്നത് തപസ്സാണ്, അറിയാനുള്ള ശ്രമമാണ്. എന്തറിയണം? ആത്മാവിനെ അറിയണം. ഭൗതിക സമ്പത്ത് ആ കോവിലിൽ അതുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ സ്വത്ത് എങ്ങനെ എനിക്ക് മന്ത്രവാദത്തിൽ കൂടെ കിട്ടും, ഇങ്ങനെയൊക്കെ ഈ മായ പ്രപഞ്ചം തീറെഴുതി തന്നാലും നിങ്ങൾ തോറ്റുകൊടുക്കല്. എൻ്റെ പുണ്യാത്മാക്കളെ, നിങ്ങൾക്ക് കിട്ടിയ ഈ മനുഷ്യജന്മം മഹാദേവനാണ് നിങ്ങളുടെ ഉച്ചിക്കുള്ളിയിരിക്കുന്നത്. ഉച്ചിപ്പടുപ്പെന്ന് പറയുന്നത് അയ്യാ വൈകുണ്ഠനിരിക്കുന്നത് തമിഴ്നാട്ടിലല്ല. നാരായണ ഗുരുദേവൻ, നാരായണൻ അവനവൻ്റെ നാരിൽ അയനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്ത് കാണുകയാണെങ്കിൽ പ്രപഞ്ചലോകം, ഇതകത്ത് കാണുകയാണെങ്കിൽ മനോലോകം. നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ലോകമുണ്ട്, ശരീരം കൊണ്ട് ഇട്ടുകൊടുത്ത്. ഇതിനും അപ്പുറത്തൊരു ലോകമുണ്ട്. നിങ്ങളുടെയൊക്കെ പറഞ്ഞു തോന്നണം, ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് ഈ ശരീരത്തിൽ വന്ന് തൂറിപ്പെടുത്ത് എൻ്റെ മോൻ്റെ കൈകളിലായിരിക്കണം. അതുകൊണ്ട് എന്താ പറയുക, ആത്മപ്രകാശങ്ങളുടെ ആ ലോകത്തേക്ക് എന്നെ കൊണ്ട് എത്തിച്ചിട്ട് തിരിച്ച് ഈ ഉടലിൽ എന്നെ കൊണ്ടിട്ടു. അതുകൊണ്ട് ഏതൊന്നുള്ളതുകൊണ്ട് ജീവിതമുണ്ട്, അവനവനുള്ളതുകൊണ്ട് ജീവിതമുണ്ട്. അത് എങ്ങനെ ചിന്തിച്ചാൽ അധോഗതിയിലേക്ക് പോകും, എങ്ങനെ ചിന്തിച്ചാൽ പുരോഗതിയിലേക്ക് പോകും. 6 പടിയുള്ളൊരു ഏണിയാണ് എൻ്റെ ഗുരു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞാചക്രം. അതിനപ്പുറത്തേക്ക് ഞാൻ ഇപ്പം ചിന്തിക്കില്ല. പോട്ട്. ഇതെല്ലാം ഉണർത്തി തരുന്ന ഒരാൾ എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടില്ല? വിശ്വസിക്കാത്തതുകൊണ്ടില്ല. ആരെയും പഠിപ്പിക്കാത്തതുകൊണ്ടല്ല, പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കാത്തതുകൊണ്ട് അല്ലേ? നമ്മളെ മാതാപിതാക്കൾ പഠിപ്പിക്കാത്തതുകൊണ്ടല്ല, നമ്മൾ അന്ന് ഇതിൻ്റെ അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു
ഈ താമര മൊട്ടിൻ്റെ തൊഴുകൈ രഹസ്യം, ഹൃദയമുദ്രയുടെ രഹസ്യം, പാദ നമസ്കാരത്തിൻ്റെ പൊരുൾ. ചിലപ്പോൾ എൻ്റെ ഒരു അബദ്ധം വീണു, എൻ്റെ ഭാര്യയ്ക്ക് നല്ല നൊന്തു, അത് ദേവിയാണല്ലോ, അല്ലെങ്കിൽ ഒരു ആത്മാവാണല്ലോ. എനിക്ക് അന്നേരം അങ്ങനെ പറ്റിപ്പോയടി, നീ അങ്ങ് ക്ഷമിക്ക്. ഒരു കുടുംബ കോടതിയിലും പോണ്ട. നമ്മളൊന്ന് താഴാൻ ശ്രമിച്ചാൽ 1000 ആപത്തിൽ നിന്ന് നമുക്ക് കരകയറാം. പിന്നെ ശ്വാസം ഇറങ്ങിപ്പോകുമ്പോൾ പോട്ടെ, ഇവിടെ എന്തിനാവാൻ? ആനന്ദിക്കണം. ആനന്ദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആനന്ദനെ കണ്ടെത്തണം. ഇനി തൊണ്ട് കരിഞ്ഞാലും നമ്മുടെ ശരീരം വേദനിപ്പിച്ചാലും ഞാൻ ശരീരമല്ലല്ലോ, ഞാൻ മനസ്സല്ലല്ലോ, ഞാൻ ചിരട്ടയല്ലല്ലോ, അതിനകത്തിരിക്കുന്ന പരിപ്പല്ലേ. ഇനി അതും എൻ്റെ ഈശ്വരനിൽ ഞാൻ അങ്ങനെ അവസാനം ശ്രദ്ധിച്ച് വരുമ്പോൾ ദേഹവും ദേഹിയുമായിട്ട് ഇങ്ങനെ കുലുക്കി നോക്കിയാൽ കാണാൻ പറ്റും. അതാണ് ഈ കൊട്ടത്തേങ്ങയെന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ ഋഷീശ്വരന്മാർ ഈ ഗണപതി ഹോമത്തിലൊക്കെ കാണിച്ചു തരണമെന്നറിയും. ചിരട്ട, അതിൻ്റെ തൊണ്ട്, അത് അരിഞ്ഞുള്ള കൊട്ടത്തേങ്ങ, നെയ്യ്, അതിലൊരു തത്വം. നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് വീണ്ടും വിചാരത്തിന് വേണ്ടി ഒന്ന് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഈ സിനിമാ കഥകളൊക്കെ കണ്ട് ഇരിക്കുന്നേക്കാളും സ്വയപരിവർത്തനം. അടുത്ത് പൊന്നമ്പലമേട്ടിൽ ജ്യോതി ഉദിച്ചു. ഏതാ ഈ പൊന്നമ്പലം? നമ്മുടെ കുട്ടികൾക്ക് എന്താ കൊടുക്കാനുള്ളത്? ഭൗതിക വിദ്യാഭ്യാസം. കളക്ടറാക്കണോ? ഒന്നുമല്ലെങ്കിൽ അച്ഛനെയും അമ്മയും കണ്ടതൊന്ന് ആദരിക്കാനെങ്കിലും. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് 2 കോടി രൂപ അയച്ചു കൊടുക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു? ചേർത്തൊന്ന് പിടിക്കുന്നത് എങ്ങനെ? ആത്മാവിനെ, അവനവൻ്റെ ആത്മാവിനെ സ്നേഹിച്ച് വരുമ്പോൾ ആ തലത്തിലുള്ള രൂപത്തിൽ ദേവതകൾ നമ്മളടുത്ത് അണയും. ആ അർത്ഥത്തിൽ നിങ്ങളാരാണ്? ദേവീദേവന്മാരല്ലേ? ആണോ അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാവരും ശിവഗണങ്ങളായില്ലേ? ആണോ അല്ലേ? ഇത്രയും ഒക്കെ പറയുവാൻ ഈശ്വരൻ എന്നിൽ ഈ നാവിൽ വിളയാടിയതിന് ഞാൻ കോടി പ്രണാമം എൻ്റെ ചിന്താലേശ്വരൻ്റെയും പടച്ചുവിട്ട മഹാദേവൻ്റെയും പാതാരബിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ആത്മനാഥൻ ഇരിപ്പുണ്ട്. എന്നിലിരിക്കുന്ന അതേ ആളാണ് എല്ലാവരുടെ ഹൃദയത്തിലിരിക്കുന്നത്. സർവഹൃദയവാസിയാണ് ഈശ്വരൻ. നമ്മളെ പാമ്പ് പോലും ഈശ്വരനാണ്. നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ കണ്ണിൽ വരാനുള്ള കണ്ണിൻ്റെ പിരിയത്താക്കി മാറ്റാൻ ഭഗവാൻ അറിയാം. ഞാനിങ്ങനെ ആദ്യത്തെ പുസ്തകം ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഫൂന്ന് ശബ്ദം കേൾക്കണം. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ മൂർഖനാണ്. അതെന്നെ കൊത്താത്തത്. അതിൻ്റെ തലയിൽ അതിൻ്റെ ചിന്ത മാറ്റി. അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകൾ ആർക്കും എന്ന് ഭവിക്കാം. മക്കൾക്ക് വരാം, ഭർത്താവിന് വരാം, 50 പൈസ കാണിച്ച് വരാം, ഒരു വസ്ത്രത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിണക്കം എപ്പോഴും വരാം. നമ്മൾ അതിനെ എങ്ങനെ ഇണക്കമാക്കി മാറ്റും? അതിന് വേറൊന്നുമല്ല, ഈ പുറത്തേക്കുന്നത് ആത്മാവിൻ്റെ നേര് പകുതിയാണ്. നിങ്ങളൊക്കെ നേര് പകുതിയാണ്. ആത്മാർത്ഥത ഈശ്വരൻ്റെ നേര് പകുതി. പ്രപഞ്ചം പരാശക്തി ശിവൻ്റെ നേര് പകുതിയാണ്. അത് പലതായിട്ട് നാമരൂപഭാവങ്ങളിൽ ഇങ്ങനെ വിളയാടുന്നത് ശക്തിയാണ്. ഈ ഒന്നറിഞ്ഞാലേ പറ്റുള്ളൂ.
അതേസമയം ഈ ശിവം സാക്ഷിയിൽ നമ്മൾ വിരാജിച്ചാൽ, ആ ഹൃദയനാഥനെ നമ്മൾ ഭജിച്ചാൽ 10 മടങ്ങും. അത് വലിയ ഇരുട്ടിലേക്കൊന്നും ഭഗവാൻ കൊണ്ടുപോകില്ല. ഇത് പുറത്തുള്ള ദൈവമല്ല. വിദ്യാഭ്യാസമുണ്ടോ? വിദ്യാഭ്യാസമില്ല. അതൊന്നും ദൈവത്തിന് ബാധകമില്ല. ഒന്ന് എന്താ പറയുക, ഒരു ശ്വാസത്തിനൊരു നാഥനുണ്ടെന്ന് ഒന്ന് വിശ്വസിക്കുക. എല്ലാ ദേവീദേവന്മാരും, രാമനും കൃഷ്ണനും എല്ലാവരും തിളങ്ങിയ പോലെ, നമ്മളെ അയൽക്കാരനും എല്ലാം തിളങ്ങിയ പോലെ ഞാനും തിളങ്ങണമെങ്കിൽ, നിങ്ങളും തിളങ്ങണമെങ്കിൽ നമ്മുടെ മനസ്സമാധാനം, നമ്മുടെ ചിന്തയിൽ 50 രൂപ വരുമ്പം അത് ജോസ് കെ കൊണ്ട് കൊടുക്കണോ, രാമേന്ദ്രൻ കൊണ്ട് കൊടുക്കണോ, നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിക്കുക. അതിനുള്ള ധ്യാന കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഇദ്ദേഹം മനസ്സിനെ പഠിക്കാൻ സ്വയം അവനവൻ മനസ്സിനെ പഠിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഒരു ധ്യാനം. ഇദ്ദേഹം കോഴിക്കോട്ട് വാർഷികം നടക്കുകയാണ് ചിദാനന്ദപുരി ആശ്രമത്തിൽ. അവിടെ ഇന്ന് യാത്ര പോവേണ്ട സമയത്ത് അമ്മയുടെയും എന്താ പറയുക, ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഇവിടെ വന്ന് എത്തി. ആ പുണ്യാത്മാവ് അടുത്ത് ഇതിനെ പറ്റി 2 വാക്ക്, നമ്മുടെ ജീവിതത്തെപ്പറ്റി, ദൈവത്തെപ്പറ്റി, നമ്മളെപ്പറ്റി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു ഉണർന്ന കാഴ്ചപ്പാട്, ജീവിതം പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശനാഥൻ നമ്മുടെ കൂട്ടിനകത്തേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുക. നന്ദി, നമസ്കാരം. ഓം ഗുരുഭ്യോ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മ പാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാര്യമന്യാൻ അസ്മദ്ഗുരും സന്തതമാനതോസ്മി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വളരെ ഗംഭീരമായ ഒരു പ്രഭാഷണം കഴിഞ്ഞു. അതിലുപരിയായിട്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ല. അത്രയും നന്നായിട്ട് ഇവിടെ നല്ല ഒരു പ്രഭാഷണം സ്വാമിജി ഇവിടെ കാഴ്ചവെച്ചു. എങ്കിലും എന്നോട് 2 വാക്ക് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ്. നമുക്കൊക്കെ മനുഷ്യജന്മം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മനുഷ്യനായിട്ടല്ല നമ്മൾ പിറന്നത്. ഈ മനുഷ്യ ജീവിതം നമുക്ക് എങ്ങനെ സുന്ദരമാക്കാം?
അതാണ് ഞാനിവിടെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ ഞാൻ മറ്റൊരു വിധത്തിൽ പറയുകയാണ്, അത്രയേ ഉള്ളൂ. ഈ മനുഷ്യ ജീവിതം നമുക്കെങ്ങനെ സുന്ദരമാക്കാം? അപ്പോൾ മനുഷ്യ ജീവിതം സുന്ദരമാക്കണമെങ്കിൽ ആദ്യം, നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ, നമ്മളെല്ലാം ഇങ്ങനെ സന്യാസമൊന്നും സ്വീകരിച്ചിട്ട് ആ വലിയ പദത്തിലൊന്നും ഇരിക്കുന്ന ആൾക്കാരല്ലല്ലോ. കുറച്ച് പേരിലൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ അത്രയാണേ ഉള്ളൂ. എങ്കിലും ആദ്യമായി വേണ്ടത് നമ്മളെ കുടുംബത്തിലാണ്. കുടുംബത്തിൽ ഉള്ള ബന്ധങ്ങൾ നന്നായി വരണം. കുടുംബ ബന്ധങ്ങൾ എന്താ? കുടുംബ ബന്ധങ്ങൾ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സുഹൃത്തുക്കൾ, ഇതാണല്ലോ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ കുടുംബ ബന്ധങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ വലിയൊരു ശതമാനവും പരാജയമാണ്. നമ്മളെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. വളരെ അത്യപൂർവം കുടുംബങ്ങളിൽ മാത്രമേ ശാന്തിയും സമാധാനവും കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. എന്തുകൊണ്ടാണിത് ഈ ഒരു അപജയം സംഭവിച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ, സ്നേഹമില്ലായ്മ, പ്രേമമില്ലായ്മ, ഇതാണ് അടിസ്ഥാന കാരണം. പ്രേമം എന്നത്, സ്നേഹം എന്നത് നമുക്കറിയില്ല, നമ്മളാരും പഠിപ്പിച്ചിട്ടില്ല. എന്താണ് സ്നേഹമെന്ന്, എന്താണ് പ്രേമമെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്നു, പക്ഷേ നമ്മളത് പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ തലമുറകളായി ഈ ഒരു അറിവില്ലാത്തത് കൊണ്ട് വീട്ടിലായിക്കോട്ടെ, ജോലി സ്ഥലത്തിലായിക്കോട്ടെ, ഇനി ആശ്രമത്തിലായിക്കോട്ടെ, ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നില്ല. അതാണ് സത്യം, യാഥാർത്ഥ്യം. പലപ്പോഴും പലവരും പറയുന്നത് കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണെന്നാണ്. കലിയുഗത്തിൽ സ്നേഹത്തിനോ സാഹോദര്യത്തിനോ മൂല്യങ്ങൾക്കോ ഒന്നും തന്നെ വിലയില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്കൊക്കെ പരമ്പരാഗതമായി നഷ്ടപ്പെട്ടു പോയ സനാതന മൂല്യങ്ങളാണ് ഇതിന് വലിയ കാരണം. മൂല്യങ്ങളില്ല. ഇനി മൂല്യങ്ങളുള്ള ഒരു അച്ഛനും അമ്മയുമാണെങ്കിൽ അത് അവർ മക്കൾക്ക് കൊടുക്കുന്നുമില്ല. എന്നാൽ മറ്റു മതങ്ങളിലായിക്കോട്ടെ, ക്രിസ്ത്യാനികളിലായിക്കോട്ടെ, ഇസ്ലാമിലായിക്കോട്ടെ, അവർ അവരുടെ ശാസ്ത്രങ്ങൾ പഠിക്കുന്നുണ്ട്. പഠിച്ചത് തന്നെ അവർ അവരുടെ വരും തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. വളരെ തീവ്രവാദങ്ങളും പലതുമൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും, അവരുടെ വീടുകളിൽ, കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ സ്നേഹവും ഐക്യവും നമ്മളെക്കാൾ കണ്ടുവരുന്നു, ഹിന്ദു സമൂഹത്തിലേക്കാൾ കണ്ടുവരുന്നു. ഇതൊരു നഗ്നമായ സത്യമാണ്. ഇത് നമ്മൾ ഓരോ വീടുകളിലും അവരോട് കൂടിച്ചേർന്ന് നിൽക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഹിന്ദു വീടുകളിലും ഇസ്ലാം വീടുകളിലും ക്രിസ്ത്യാനികളുടെ വീടുകളിലൊക്കെ നമ്മൾ ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെ കൂടി നിൽക്കണം, എങ്കിലേ മനസ്സിലാക്കാൻ കഴിയും. കൂടി അവരുടെ കൂടെ നിന്നാൽ മാത്രമേ അത് മനസ്സിലാക്കൂ. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ,
അവർക്ക് ഒരു ലക്ഷ്യബോധമുണ്ട്. ഞാൻ എന്തിന് ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കണം എന്നുള്ള ലക്ഷ്യബോധം അവർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്കത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വീടുകളിൽ സ്നേഹമില്ല, ഐക്യമില്ല. നമ്മളിപ്പോൾ വീടുകളിൽ നോക്കിയാൽ അച്ഛനമ്മമാർ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം, അച്ഛനമ്മമാർ കലഹം, മക്കൾക്ക് പരസ്പരം ഐക്യമില്ല, അവർക്ക് അച്ഛനോട് സ്നേഹമില്ല. ഇങ്ങനെ എവിടെയും സ്നേഹമില്ലായ്മയാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും? ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും? ഇതിന് പണ്ട് നമുക്ക് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്, പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണം ഓരോ വ്യക്തികളും എന്ന്. എന്താണ് പഞ്ചമഹായജ്ഞം? ഏറ്റവും വലിയ യജ്ഞമാണ് യജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരാർപ്പണമായ കർമ്മത്തിനാണ് യജ്ഞം എന്ന് പറയുന്നത്. ഈശ്വരന്, ഭഗവാന് അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേവിക്ക് അർപ്പിച്ചുകൊണ്ട് എന്തോ ആയിക്കോട്ടെ, അനേക പേരുകൾ, ഒരാൾ ദേവി എന്ന് പറയുന്നു, ഒരാൾ ദേവൻ എന്ന് പറയുന്നു, ഒരാൾ ഭഗവാൻ എന്ന് പറയുന്നു, ഒരാൾ വിഷ്ണു എന്ന് പറയുന്നു, ഒരാൾ ശിവൻ എന്ന് പറയുന്നു, ഒരാൾ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നു, എന്തോ ആയിക്കോട്ടെ, സരസ്വതി എന്ന് പറയുന്നു, ഗായത്രി എന്ന് പറയുന്നു, സാവിത്രി എന്ന് പറയുന്നു, ഭദ്രകാളി എന്ന് പറയുന്നു, ആദിപരാശക്തി എന്ന് പറയുന്നു, ഗണപതി എന്ന് പറയുന്നു. ഇങ്ങനെ പേരുകൾ അനേകമായിക്കോട്ടെ, പേരുകൾ തമ്മിൽ പരസ്പരം കലഹം വേണ്ട. എന്തായാലും ആ നമ്മളുടെ ഇഷ്ടമൂർത്തിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സമർപ്പിച്ചു കൊണ്ടുള്ള ജീവിതമാകുന്നു, ആ ജീവിതത്തിനാകുന്നു യജ്ഞം എന്ന് പറയുന്നത്. യജ്ഞം. അപ്പൊ ഇതൊരു യജ്ഞമാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ വരിക, ക്ഷേത്ര ആരാധന ചെയ്യുക എന്ന് പറഞ്ഞ ഒരു യജ്ഞമാണ്. ഇപ്പം വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷണ സൂചിപ്പിക്കുന്നത് എന്താണോ അതിനാണ് വിഗ്രഹം എന്ന് പറയുന്നത്. വിശേഷണ സൂചിപ്പിക്കുന്നത്, അത് സൂചിപ്പിക്കുകയാണ്, അതല്ല. വിഗ്രഹമല്ല ഈശ്വരൻ. വിഗ്രഹം അല്ലെങ്കിൽ ദേവി, വിഗ്രഹം കൊണ്ട് സൂചിപ്പിക്കുന്നത് ആ പരമമായ തലത്തിലേക്ക് എത്തണം. അപ്പോഴാണ് നമ്മളുടെ ബുദ്ധി ഉണരുന്നുള്ളൂ. അല്ലെങ്കിൽ വിഗ്രഹം തന്നെയാണ് ഈശ്വരൻ എന്ന് കരുതുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ വിഗ്രഹം? വിഗ്രഹം എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ടാക്കുന്നതാണ്. കല്ലായിക്കോട്ടെ, സ്വർണമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് മനുഷ്യരുണ്ടാക്കുന്നതാണ്. പക്ഷെ അതിൽ ചൈതന്യത്തെ ആവാഹിച്ച് കുടിയിരുത്തുമ്പോഴാണ് അതിന് ചേതനയുള്ളത്, ചൈതന്യമുള്ളത്. അപ്പോഴാണ് വിഗ്രഹത്തിന് ശക്തി വരുന്നുള്ളൂ. അത് താന്ത്രികന്മാർ തൻ്റെ ഉപാസനയിൽ കൂടെ പ്രാണനെ ആവാഹിച്ച് ഇരുത്തുകയാണ്. പ്രാണൻ സത്യത്തിൽ സർവ്വദിക്കിലും നിറഞ്ഞിരിക്കുന്നുണ്ട്. പ്രാണനില്ലാത്തൊരു ദിക്കില്ല. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ചീതാഹ മാകൃത കസ്യ സിദ്ധനം എന്ന് പണ്ട് ഋഷീശ്വരന്മാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈശ്വരൻ ഇല്ലാത്തൊരു ദിക്കില്ല, ഭഗവാൻ ഇല്ലാത്തൊരു ദിക്കില്ല. അപ്പൊ എങ്കിലും നമുക്ക് ഭഗവാനെ ഉപാസിക്കാൻ ഒരു സ്വരൂപം, ഒരു രൂപം വേണം. നമ്മളുടെ കണ്ണും മൂക്കും ചെവിയും നാക്കും തൊലിയും ഒക്കെ നാനാ ദിക്കിലേക്ക്, ഇങ്ങനെ നാനാ വിഷയങ്ങളിലേക്ക്, ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഈ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനസ്സിന് ഒരു ഏകാഗ്രത നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ആ ഏകാഗ്രതയിൽ കൂടെ, വിശ്വാസത്തിൽ കൂടെ, ഏകാഗ്രതയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഏകാഗ്രതയിൽ നിന്നും ആ എന്താണ് രണ്ടും കൂടെയുള്ള ആ ഒരു റെസണൻസ്, എന്താ പറയുക, അതിന് അനുനാദം ഒത്തുചേരുകയാണ്. നമ്മളുടെ ഉള്ളിലും ആ ഒരു ചൈതന്യത്തിലും ഉള്ള ശക്തി ഒന്നായി വരികയാണ്. സത്യത്തിൽ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ശക്തി ഉണരുകയാണ്. എന്ത് ചെയ്താലും ഇത് ഉണർത്തേണ്ടത് എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ് ഉണർത്തിക്കൊണ്ടുവരേണ്ടത്, ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ശക്തിയെ, സർവ്വദിക്കലും ഉണ്ടെങ്കിലും. അപ്പോൾ ഈ ഈശ്വരൻ അല്ലെങ്കിൽ ദേവി എന്ന് പറയുന്നത് ആരാണ്? പ്രേമസ്വരൂപനാണ്, സ്നേഹസ്വരൂപനാണ്. ഈ പ്രേമസ്വരൂപനെ
സ്നേഹസ്വരൂപനെ, ശക്തിസ്വരൂപനെ, ആദിപരാശക്തിയായിരിക്കുന്ന ആ ദേവിയെ, ആ ദേവി തന്നെയാണ് വിഷ്ണു ആയിരിക്കും. വിഷ്ണു എന്ന് പറഞ്ഞ സർവ്വദിക്കിലും നിറഞ്ഞിരിക്കുന്നവൻ വിഷ്ണു. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ സർവത്തിൻ്റെയും ഈശ്വരനായിരിക്കും. ഈശ്വരൻ വെച്ചാൽ ഈശിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, സർവത്തെയും തൻ്റെ ശക്തി കൊണ്ട് നിയന്ത്രിക്കുന്ന ശക്തി. ഈ ഈശ്വരൻ അല്ലെങ്കിൽ ഈ ദേവി അല്ലെങ്കിൽ ഈ ആദിപരാശക്തി തന്നെ നമ്മളുടെ ഉള്ളിലൊക്കെ ജീവസ്വരൂപത്തിൽ, ഇദ്ദേഹം പറഞ്ഞു, സ്വാമിജി പറഞ്ഞു, ജീവസ്വരൂപത്തിൽ കുടിയിരിക്കുന്നു. അതാണ് പ്രേമസ്വരൂപൻ. ആ പ്രേമമാണ് വളരെ ശ്രദ്ധിക്കണം, ആ പ്രേമമാണ് നമ്മളിൽ നമ്മളുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും, നമ്മളുടെ ശരീരത്തെയും, നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം തന്നെ പ്രകാശിപ്പിക്കുന്ന ശക്തി. ഇതാണ് പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഈ പ്രകാശം പോലെയല്ല. പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജീവസുറ്റതാക്കുക. ജീവനുള്ള നമ്മളുടെ ശരീരത്തിലിരിക്കുന്ന ഓരോ കോശങ്ങളെയും അതെന്താക്കുന്നു? ചേതനയുള്ളതാക്കി തീർക്കുന്നു തൻ്റെ ശക്തി കൊണ്ട്. വൈദ്യുതി കൊണ്ട് എങ്ങനെയാണോ ഒരു ഫാൻ കറങ്ങുന്നത്, വളരെ ശ്രദ്ധിക്കണം, വൈദ്യുതി കൊണ്ട് എങ്ങനെയാണോ ഫാൻ കറങ്ങുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ശാസ്ത്രീയമായി നമ്മൾ പഠിക്കുന്നെങ്കിലും നമുക്കത് അറിയില്ല. ഒരു വൈദ്യുതി കൊണ്ട് എങ്ങനെയാണോ മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നത്, അതിലെല്ലാ ചിത്രങ്ങളും, ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന സകല കാര്യങ്ങളും നമുക്കതിൽ കാണാൻ കഴിയുന്നു. പക്ഷെ വൈദ്യുതി ഇല്ലെങ്കിലോ അത് വെറും ജഡമാണ്. ഇതുപോലെ എല്ലാറ്റിനെയും ഉള്ളിലും പുറത്തും ഇരുന്നു കൊണ്ട് അതിനെ ചേതനയുള്ളതാക്കി തീർക്കുന്ന, ചൈതന്യമുള്ളതാക്കി തീർക്കുന്ന ശക്തിയെയാണ് പരാശക്തി അല്ലെങ്കിൽ ആദിപരാശക്തി അല്ലെങ്കിൽ മഹാവിഷ്ണു എന്നൊക്കെ പറയുന്നത്. പരമേശ്വരൻ, പരബ്രഹ്മം ഒക്കെ പര്യായങ്ങളാണ്. ഇതിനൊക്കെ ഓരോ ഗഹനമായ അർത്ഥതലങ്ങളുണ്ട്. ഓരോ ശബ്ദത്തിനും ശാസ്ത്രത്തിൽ ഓരോ അർത്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ മഹത്വം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രേമസ്വര തൻ്റെ ഭഗവാന്റെ പ്രേമം കൊണ്ടാണ് ഈ ശരീരം, നമ്മളുടെ ശരീരം നിലനിൽക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ജീവിക്കുന്നിടത്തോളം നമ്മളുടെ അഹങ്കാരം നമ്മുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ടൊന്നും പോക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. കാരണം വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജര, നര, സുഖം, ദുഃഖം, മാനം, അപമാനം, നിന്ദ, സ്തുതി, ലാഭം, നഷ്ടം, വിജയം, പരാജയം, ഇങ്ങനെ പലതും നമ്മളെ എന്താക്കുന്നുണ്ട്? ബന്ധിച്ചിരിക്കുന്നുണ്ട്. എത്ര കഴിവുള്ളവനായാലും ഈ സംസാരത്തിൻ്റെ ശക്തി പോയാൽ, ശ്രവണശക്തിയുടെ കഴിവ് നഷ്ടപ്പെട്ടാൽ, കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടാൽ എന്താ അവന് ചെയ്യുക? ഇതാ എന്നെപ്പോഴും പിടിച്ചിരുത്തിച്ചിട്ടുണ്ട് പ്രഭാഷണം പറയാൻ വേണ്ടി. എൻ്റെ ഈ വാക്കിങ് പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്താ കഴിയുക? എന്തെങ്കിലും കഴിയുമോ? കഴിയില്ല, ഒന്നും കഴിയില്ല, ഒരു കഴിവുമില്ല. അപ്പം നമ്മളുടെ കഴിവിൻ്റെ കേന്ദ്രം ആരാണ്? അത് മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ കഴിവിൻ്റെയും കേന്ദ്രം ആ പ്രേമസ്വരൂപനാണ്. ഇത് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരോടും ഇടപെടാൻ. നമ്മളുടെ വീട്ടിലായിക്കോട്ടെ, നമ്മൾ എവിടെയായിക്കോട്ടെ, ഏത് മേഖലയിലായിക്കോട്ടെ, ഈ ഒരു ബോധം നമ്മൾ ഉൾക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ നമ്മുടെ ജീവിതം എന്താവും? സന്തോഷപ്രദമാകും. അത് വീട്ടിലായിക്കോട്ടെ, ആശ്രമത്തിൽ. ഇത് ആശ്രമമൊന്നും കണക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ആശ്രമത്തിലായതുകൊണ്ട് എല്ലാം ആയി എന്ന്. ആശ്രമമായാലും ഈ പണ്ടുള്ള ഋഷീശ്വരന്മാരൊന്നും സന്യാസിമാരും അല്ലെങ്കിൽ ഋഷിമാരൊന്നും അല്ലായിരുന്നു. അവർക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വേദവ്യാസ ഭഗവാൻ, അദ്ദേഹത്തിന് അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഋഷിയായിട്ട് ഇപ്പം നമ്മൾ കണക്കാക്കുന്ന ആരെയാണ്? വേദവ്യാസനെയാണ് ജഗദ്ഗുരുവായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, ഭാര്യയും
ഒക്കെ ഉണ്ടായിരുന്നു. വേദവ്യാസന് ഭാര്യയില്ലായിരുന്നു, പക്ഷേ വേദവ്യാസൻ ഉണ്ടാകണമെങ്കിൽ മക്കളുണ്ട്, മകനുണ്ട്. അബദ്ധത്തിലുണ്ട്. ആ ശരി, എന്തായാലും അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇവിടെ സന്യാസിയാവാനോ ബ്രഹ്മചാരിയാവാനോ ഒന്നുമല്ല, മനുഷ്യനാവാൻ, നമ്മളൊക്കെ നല്ലൊരു മനുഷ്യനാകാൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അല്ലാതെ സന്യാസിയാവാനോ ബ്രഹ്മചാരിയാവാനോ ഒന്ന്. അപ്പൊ നല്ലൊരു മനുഷ്യനാവണമെങ്കിലോ നമ്മളിൽ മൂല്യങ്ങൾ വേണം, ധാർമ്മികമായ മൂല്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം അല്ലെങ്കിൽ പ്രേമം. അത് ആരെയായിരിക്കണം പ്രേമിക്കേണ്ടത്? അതെ, എല്ലാവരിലും ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് പ്രേമിക്കാൻ, അല്ലെങ്കിൽ ദേവിയെ നമുക്ക് പ്രേമിക്കാൻ കഴിയണം. അവിടെയാണ് യഥാർത്ഥ സ്നേഹം കിടക്കുന്നത്. നമ്മളൊക്കെ ശരീരങ്ങൾ തമ്മിലുള്ള സ്നേഹമേ നമുക്കുള്ളൂ. ഈ ശരീരങ്ങൾ തമ്മിലുള്ള സ്നേഹം പോയി ഇതിൻ്റെ ഉള്ളിൽ ഭഗവാനാണേ ഉള്ളത്. ഇവിടെ നമസ്കാരം, നമ്മൾ എന്തിനും നമസ്കാരം പറയുന്നത്? അങ്ങയുടെ ഉള്ളിലും എന്നിലും നിങ്ങളിലും ഒരേ ഒരു ചൈതന്യമാണ് ഉള്ളത് എന്നുള്ള ആ ഒരു തത്വത്തെ പ്രകാശിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ബോധിപ്പിക്കാനാണ് നമസ്കാരം പറയുന്നത്. അല്ലെങ്കിൽ അതിന് നമസ്കാരം പറയുന്നു. അതിപ്പോൾ ഇസ്ലാമിലായിക്കോട്ടെ, ക്രിസ്ത്യാനികളിലായിക്കോട്ടെ, മറ്റു മതവിഭാഗങ്ങളിലായിക്കോട്ടെ, അവരിലൊക്കെ ഉണ്ട് വേറെ ഓരോരോ വാക്കുകൾ എന്നേ ഉള്ളൂ, ശബ്ദത്തിനേ വ്യത്യാസമുള്ളൂ. ഇപ്പം നമസ്തേ എന്ന് പറയുമ്പോൾ അതൊരു സംസ്കൃതത്തിലെ ഭാഷയായി, നമസ്കാരം എന്ന് പറയും മലയാളത്തിലായി. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ കുറേ നമ്മൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ തത്വങ്ങൾ നമ്മളെ ഉള്ളിൽ വാരി വെച്ചിട്ടോ കാര്യമില്ല. നമ്മുടെ ജീവിതം ആണ് പ്രധാനം. അത് പരസ്പരം നമുക്ക് സ്നേഹിക്കാനും പരസ്പരം വഞ്ചിക്കാതിരിക്കാനും മറ്റുള്ളവനെ ആദരിക്കാനും. അങ്ങനെ ആകുമ്പോൾ അത് എവിടുന്ന് തുടങ്ങണം? ഇതെല്ലാം എവിടുന്നാണ് തുടങ്ങേണ്ടത്? ഇതെല്ലാം എവിടുന്ന് തുടങ്ങണം? ഇത് വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എവിടുന്നാണ്? കുടുംബത്തിൽ. ഓരോ കുടുംബത്തിൽ ഈ ഒരു മൂല്യങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ നമുക്ക് പരിവർത്തനം വരും, എല്ലാവർക്കും പരിവർത്തനം വരും. അതുകൊണ്ട് 2 സന്ധ്യകളിലും നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഈശ്വര ആരാധന ചെയ്യണം നമ്മുടെ വീടുകളിൽ 2 സന്ധ്യകളിൽ. അപ്പോൾ അത് പഞ്ചമഹായജ്ഞത്തിൽ ദേവയജ്ഞം എന്നാണ് ഇതിൽ പറയുക. ഇതാണ് ദേവയജ്ഞം. 2 സന്ധ്യകളിലും, ശരിക്കും 3 സന്ധ്യയുണ്ട്, ത്രിസന്ധ്യ എന്നാണ് പറയുക. ഒന്ന് രാവിലെ, ഒന്ന് ഉച്ചക്ക്, ഒന്ന് വൈകുന്നേരം. സൂര്യാസ്തമയത്തിൻ്റെ ഏകദേശം ഒരു 1.25 മണിക്കൂർ മുൻപെയോ പിൻപെയോ ഉള്ള സമയമാണ് ഏറ്റവും ഉത്തമം. ഈ ഉത്തമമായ സ്ഥലത്തിൽ നമ്മൾ എല്ലാവരും കൂടി, ഒരു വീടുകളിലാണെങ്കിൽ എല്ലാവരും കൂടിയിരുന്ന് ഏതെങ്കിലും ഒരു നാമം ജപിക്കുക, കീർത്തനങ്ങൾ ചെയ്യുക. ഇതൊക്കെ നിർബന്ധമായിട്ടും നമ്മുടെ മക്കളിലേക്ക് വരണം. ആര് ചെയ്ത് കാണിക്കണത്? അച്ഛനും അമ്മയും നിർബന്ധമായിട്ട് കുട്ടികളെ കൊണ്ടുവരണം, ചെയ്യിപ്പിക്കണം. ഇപ്പോൾ ഒരു ഇസ്ലാമിൻ്റെ വീടുകളിലേക്ക് നമുക്ക് പോയാൽ 5 നേരം അവർ നിസ്കരിക്കുന്നു. നമ്മളുടെ വീടുകളിൽ 2 നേരമില്ല. എന്ത്? 2 നേരമില്ല. സത്യമല്ലേ പറയുന്നത്? അറിവുള്ളവരുടെ വീട്ടിൽ പോലും, അറിവുള്ളവരുടെ വീട്ടിൽ പോലും 2 നേരത്തെ സന്ധ്യകളിൽ ഒരു വിളക്ക് കത്തിച്ച്, വിളക്കൊക്കെ കത്തിക്കും 2 സന്ധ്യകൾ വിളക്ക്, പക്ഷെ ജപങ്ങളില്ല. ടിവിയോ അല്ലെങ്കിൽ മൊബൈലിലോ നോക്കിയിരിക്കും. പിന്നെ നമ്മൾ എന്തായി പ്രസംഗിക്കുന്നു? എന്താ കാര്യം? പ്രതീക്ഷിക്കാൻ വഴിയുണ്ട്. നമ്മളിത് ഓരോ വീടുകളിൽ തുടങ്ങണം. അവനവൻ്റെ വീട്ടിൽ. മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ്. ഇത് ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. കാരണം ഇതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ. എനിക്കിപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുക. അതുകൊണ്ട് ദേവയജ്ഞം എന്നാണ് ഇത് പറയുക. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ അനേക ഭഗവാൻ ഏകനാണെങ്കിലും അനേക ദേവീ ദേവന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ ശരീരം നിലനിൽക്കുന്നത്, നമ്മുടെ എല്ലാ ശരീരം നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതും ഈ ശരീരം നിലനിൽക്കുന്നതും ഭഗവാൻ മാത്രമല്ല, അനേക ദേവതകൾ. എന്താണ്? ഒരു ദേവത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് ഭൂമി ദേവി. ഈ ഭൂമി ദേവിയെ തൊട്ട് വന്ദിക്കുന്നവർ എത്രയുണ്ട്? നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക, ആരോടും പറയണ്ട. നമ്മൾ തന്നെ എത്ര പേരുണ്ട്? ഭൂമി ദേവി ഒന്ന് തൊട്ട് വന്ദിക്കുക. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലെ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് തൊട്ട് വന്ദിച്ചിട്ട് വേണം
കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ. രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ നോക്കിയിട്ട് 3 ഭഗവതി, ഏതാണ്? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദ, പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞിട്ടാണ്. ഇതെത്ര നമ്മൾ മക്കളെ ആരെ പഠിപ്പിച്ചിട്ടുണ്ട്? നമ്മളുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ക്ഷേത്ര ദർശനം ഇപ്പോൾ അധികം ആൾക്കാരും ചെയ്യുന്നുണ്ട്, അതിന് വലിയ പറയുകയൊന്നും ചെയ്യണ്ട, അത് ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ചിലവില്ലല്ലോ, അവിടെ പോയി തൊഴുത് പോയി കഴിഞ്ഞു, ഒരു ചിലവുമില്ല. എന്താ ചിലവുണ്ടോ? ഇല്ല, അവിടെ മണ്ണാരത്തിലൊരു എന്താ ഒക്കെ ചെയ്യും. പക്ഷെ വീടുകളിൽ നമുക്ക് ശാന്തിയും സമാധാനവും വേണ്ടേ? ക്ഷേത്രത്തിൽ മതിയോ? ശാന്തിയും സമാധാനവും ക്ഷേത്രത്തിൽ മതിയോ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ വേണോ? പറയുക. ചിന്തിക്കുക, അവനവന് ചിന്തിക്കുക. അപ്പൊ ഇത് വീടുകളിൽ തുടങ്ങണം. ആശ്രമങ്ങളിൽ സന്ധ്യക്ക് ഇത്തരം കാര്യങ്ങൾ നടക്കണം. ആശ്രമങ്ങളല്ല ഇപ്പം വഴികാട്ടികൾ. അതുകൊണ്ട് കുറച്ച് ആളൊക്കെ സംഘടിപ്പിച്ച്, അല്ലെങ്കിൽ അവനവൻ തന്നെ ഇരുന്ന് ഇവിടെ മൈക്കില്ലാന്ന് തോന്നുന്നേ, കേടായിട്ട്, ശരി, അതൊക്കെ വെച്ച് 2 പ്രാർത്ഥനയോ 2 നാമജപമൊക്കെ സന്ധ്യകളിൽ ചെയ്യുക. വരുന്ന ആൾക്കാരോട് ഈ ഭഗവാന്റെ മഹത്വം മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ ഇതൊക്കെ ചെയ്യണം, അനുഷ്ഠിക്കണം, കാണിച്ച് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിക്കണം. പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യാത്തവൻ മനുഷ്യനല്ല. എന്താണ്? മനുഷ്യനല്ല. മനുഷ്യനാവണമെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യണവൻ. ഇത് ഗൃഹസ്ഥാശ്രമം നിർബന്ധമായും ഓരോ ഗൃഹത്തിനും ചെയ്യണം, വീടുകളിൽ ചെയ്യണം. അപ്പോഴാ ഗൃഹസ്ഥാശ്രമിയാവൂ, അല്ലെങ്കിൽ ഗൃഹസ്ഥനാണ്. എല്ലാ മൃഗങ്ങളും ഗൃഹസ്ഥന്മാരില്ല, കാരണം അവർക്കൊക്കെ വീടുണ്ട്. പക്ഷെ ഗൃഹത്തിലിരുന്നു കൊണ്ട് പരമമായ ലക്ഷ്യത്തിലേക്ക് ശ്രമിക്കുന്ന ഇടമായിരിക്കണം വീട്. അപ്പോ ദേവയജ്ഞം. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മയജ്ഞം 2ാമത്തെ യജ്ഞമാണ് ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നിത്യം ഏതെങ്കിലും ഒരു ശാസ്ത്രം വായിക്കുക. അത്യാവശ്യം, എനിക്കൊരു വിവരമില്ല എന്ന് പറഞ്ഞ് നടക്കരുത്, എനിക്ക് വായിക്കാനൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് നടക്കരുത്. വായിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടാവും വീട്ടിൽ, അവരെ കൊണ്ട് വായിപ്പിക്കുക. മക്കളുണ്ടാവും വിവരമുള്ള, ഇപ്പോൾ സ്കൂളിൽ പോകാത്ത കുട്ടികളൊന്നുമില്ല, അവരെ കൊണ്ട് രാമായണമോ അല്ലെങ്കിൽ മഹാഭാരതമോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഏതെങ്കിലും ഒരു ശ്ലോകമെങ്കിലും വായിപ്പിച്ചിട്ട് അതിൻ്റെ അർത്ഥം വായിക്കാൻ പറയുക. അർത്ഥമുള്ള ബുക്ക് വായിക്കുക. ഇന്ന് ഈ കലിയുഗത്തിൽ ഏറ്റവും നല്ല യുഗമാണ് കലിയുഗം. ഇതാരാ പറഞ്ഞ? വേദവ്യാസ ഭഗവാൻ. ഇത്രയും നല്ലൊരു യുഗമില്ല. കാരണം പണ്ടൊക്കെ കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ വെറും ബ്രാഹ്മണരിൽ മാത്രം ഒതുങ്ങിച്ചേർന്നതായിരുന്നു ശാസ്ത്രങ്ങൾ. ഇന്ന് അതല്ല. ഇന്ന് ആർക്കും ഉയരങ്ങളിലേക്ക് എത്താം. ഗുരുക്കന്മാർ ആവശ്യം പോലെ ഉണ്ട്, ശാസ്ത്രങ്ങൾ ആവശ്യം പോലെ, എല്ലാത്തിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് ഇതിന് നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? അതുകൊണ്ട് ദിവസവും അല്പശാസ്ത്രം പാരായണം ചെയ്യുക. രാമായണമോ മഹാഭാരതമോ. ഇപ്പം രാമായണ മാസമാണല്ലോ. രാമായണ മാസം എന്ന് പറഞ്ഞൊരു മാസം ഉണ്ടോ? ചോദ്യം. രാമായണം കർക്കിടകത്തിലാണോ വായിക്കേണ്ടത്? ആണോ? രാമായണം കർക്കിടക, അതിൽ തന്നെ പറയുന്ന അവസാനം ദിവസവും ഇത് വായിക്കുന്നവന് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളും നേടുന്നു. എന്തിലാ പറഞ്ഞ? അധ്യാത്മരാമായണത്തിൽ. എന്താണ് നമ്മൾ നേടേണ്ടത് ഈ മനുഷ്യജന്മത്തിൽ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 പുരുഷാർത്ഥങ്ങളാണ് നമ്മൾ ഈ മനുഷ്യജന്മത്തിൽ നേടേണ്ടത്. ഇത് 4 നേടാൻ കഴിയും രാമായണം വായിച്ചാൽ. വേറെ ഒന്നും വേണ്ട, ഒരു ശാസ്ത്രവും വേണ്ട, ഒരു തത്വശാസ്ത്രവും വേണ്ട. ഒന്ന് ജീവിക്കുമ്പോൾ രാമനെ പോലെ ജീവിക്കുക. എന്താണ്? രാമൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുക. അച്ഛനോട് പെരുമാറും. രാമന് നന്നായിട്ട് അറിയാം ഞാൻ മഹാവിഷ്ണു ആണെന്ന്. നമുക്കാർക്കെങ്കിലും അറിയാം ഞാൻ മഹാവിഷ്ണു ആണെന്ന്? രാമന് നല്ലതുപോലെ അറിയായിരുന്നു ഞാൻ മഹാവിഷ്ണു ആണെന്ന്. സീതക്കറിയാം ഞാൻ മഹാലക്ഷ്മിയാണെന്ന്. എന്നിട്ട് അവരെങ്ങനെയാണ് ജീവിച്ചത്? അച്ഛനെ സ്നേഹിച്ചു, ബഹുമാനിച്ചു, ആദരിച്ചു. അച്ഛൻ്റെ ഒരു വാക്ക് പാലിക്കാൻ 14 വർഷം കാട്ടിലേക്ക് പോയി. നമ്മളോ? അച്ഛൻ എന്തെങ്കിലും പോകാൻ പറയാം അച്ഛനോട്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത്? ഇപ്പോഴത്തെ കുട്ടികളതാ പറയുക, അല്ലേ? സത്യമല്ലേ? അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുന്ന എന്തിനാന്നോ? പാവൻ രാമൻ 14 വർഷം കാട്ടിൽ പോയല്ലോ. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി.
ഇവിടെ ഭഗവത്ഗീത അർജുനോട് ഉപദേശിച്ചത് അർജുന് വേണ്ടിയിട്ടല്ല, അർജുനനെ നിമിത്തമാക്കി ഈ ലോകത്തിന് മുഴുവനും പറഞ്ഞു കൊടുത്താണ് ഇത് ഭഗവത്ഗീത. അതുപോലെ തന്നെ രാമൻ എന്തിനാണെന്നോ ഇങ്ങനെ ജീവിച്ചത്? നമുക്ക് പഠിപ്പിച്ചു തരാൻ. ഇങ്ങനെയാണ് അമ്മയോട് പെരുമാറേണ്ടത്, അച്ഛനോട്, രണ്ടാം അമ്മയാലും മൂന്നാം അമ്മയാലും അവരോട് പെരുമാറേണ്ട രീതി, സ്വന്തം അമ്മയോട് പെരുമാറേണ്ട രീതി, സഹോദരങ്ങളോട് പെരുമാറേണ്ട രീതി, സഹോദരങ്ങൾക്ക് ഉപദേശം കൊടുക്കേണ്ട രീതി, സുഹൃത്തിനോട് പെരുമാറേണ്ട രീതി, രാജ്യത്തെ ഭരിക്കേണ്ട രീതി, ഇതൊക്കെയാണ് രാമായണം പഠിപ്പിക്കുക. ഇത് എന്താ പ്രയോജനം? രാമനെ കുറെ പുകഴ്ത്തിയുണ്ട്, ഒരു പ്രയോജനമില്ല. നമ്മളെ ജീവിതത്തിലേക്ക് എടുക്കാനാണ് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത് ശാസ്ത്രങ്ങൾ. ബ്രഹ്മയജ്ഞം ദിവസവും ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മളൊരു മനുഷ്യനാവും. ബ്രഹ്മയജ്ഞത്തിൽ കൂടെ ഞാൻ എന്തിന് ജീവിക്കുന്നു, ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള അർത്ഥം വളരെ കൃത്യമായിട്ട് ശാസ്ത്രത്തിൽ, ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതിഹാസം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിഹാസം എന്താണ്? ഇതിഹാസം രാമായണം, മഹാഭാരതം ഇതിഹാസം എന്ന ഗ്രന്ഥ വിഭാഗത്തിൽപ്പെട്ടതാണ്. എന്താണ് ഇതിഹാസത്തിനുള്ള പ്രത്യേകത? വേദത്തിന്റെ നിഗൂഢമായ അർത്ഥതലങ്ങളെ അവതാര പുരുഷന്മാരുടെ ചരിത്രത്തിൽ കൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഇതിഹാസം ചെയ്യുന്നത്. എന്താണ്? വേദത്തിന്റെ നിഗൂഢമായ അർത്ഥതലങ്ങളെ. വേദം പഠിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല അതിൻ്റെ അർത്ഥതലങ്ങൾ, വേദോപനിഷത്തുകളൊന്നും പഠിച്ചാൽ. പക്ഷെ അത് ജീവിച്ച് കാണിച്ചു തരികയാണ് ആര്? രാമനും സീതയും ഒക്കെ. രാവണനോ ധർമ്മത്തിന്റെ പ്രതീകമാണ് ആര്? രാമനും സീതയും. എങ്കിൽ രാവൺ എന്തിന്റെ പ്രതീകമാണ്? അധർമ്മത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ ധർമ്മം എന്ത്, അധർമ്മം എന്ത് എന്ന് നമുക്ക് എന്തിൽ കൂടെ പഠിക്കാം? രാമായണത്തിൽ കൂടി പഠിക്കാം. അപ്പൊ ബ്രഹ്മയജ്ഞം ദിവസവും ചെയ്യാം, ഒരു അല്പനേരം, ഒരു അരമണിക്കൂറെങ്കിലും. എന്നിട്ട് മക്കൾക്കും അച്ഛനും അമ്മക്കും ഭാര്യയ്ക്കും എല്ലാം പറഞ്ഞു കൊടുക്കുക. വായിക്കാൻ അറിയുന്ന ആൾക്കാർ ദിവസവും. അപ്പോ ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം. പിതൃയജ്ഞത്തിന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അച്ഛനെ അമ്മയെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക, അവർക്ക് വേണ്ടുന്നത് ഒക്കെ ചെയ്യുക. ആര്? മക്കള്. ഇത് കണ്ടിട്ട് വേണം നമ്മളെ പുതിയ തലമുറകൾ പഠിക്കാൻ. ഇത് സ്വന്തം വീട്ടിൽ സ്വന്തം അമ്മയെയും അച്ഛനെയും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും കണ്ടിട്ട് വേണം വരും തലമുറകൾ പഠിക്കാൻ. അപ്പോ ആരാലും ഒരു കാലം വയസ്സാകുമല്ലോ, അല്ലേ? വാർദ്ധക്യം എല്ലാവരെയും പിടികൂടും. അപ്പോൾ ഒരു താങ്ങും തണലും എല്ലാവർക്കും വേണം. അത് ഏറ്റവും നല്ല ആരാണ്? മക്കൾ തന്നെയാണ്. മക്കളെ പഠിപ്പിക്കും. എൻ്റെ മക്കൾ ആരായി വരണം? എഞ്ചിനീയറായി വരണം, ഡോക്ടറായി വരണം, ജർമ്മനിയിൽ പോകണം, അമേരിക്കയിൽ പോകണം എന്നല്ലാതെ നല്ലൊരു മനുഷ്യനാകാൻ നമ്മൾ ആരെങ്കിലും കൊതിക്കുന്നുണ്ടോ? കൊതിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആവണം. എവിടെയായിരിക്കണം തന്നെ? ഒന്നുകിൽ അമേരിക്കയിലായിരിക്കണം, അല്ലെങ്കിൽ ജർമ്മനിയിലായിരിക്കണം. വയസ്സാം കാലത്ത് എന്താണ്? നല്ലൊരു ക്യാമറ ഫിറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് അവർ കണ്ടോളൂ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അച്ഛാ അങ്ങോട്ട് പോരുത്, അമ്മ ഇങ്ങോട്ട് നോക്കരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് അവിടുന്ന് ഇത് കിട്ടും, ഉപദേശം കിട്ടും. ഇത് മതിയോ? ഒരു സ്നേഹത്തോടു കൂടി, സാന്ത്വനത്തോടു കൂടി. എന്നിട്ടോ അവസാനം മരിച്ചിട്ട് ഒരു പിടി ഭസ്മം അതിങ്ങോട്ടേക്ക് പാർസലാക്കി അയച്ചാൽ മതി, കഴിഞ്ഞു. അപ്പോൾ വയസ്സാകുന്ന കാലത്ത് ഇത്തിരി സാന്ത്വനത്തോടു കൂടി മക്കളൊക്കെ തലോടിയാൽ എന്തൊരു സുഖമുണ്ടാവുന്നത്. അത് വേണ്ടേ നമുക്ക്? വേണ്ടേ? വേണ്ട? എല്ലാവരും ബ്രഹ്മചാരികളും സന്യാസിമാരാണോ? ഞങ്ങൾക്കിതൊന്നും വേണ്ട, ഞങ്ങളിതൊക്കെ ഉപേക്ഷിച്ചതാ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടേ? അതുകൊണ്ട് മനുഷ്യത്വമുള്ള മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അതും പ്രസംഗമല്ല. അതിനെന്ത് വേണം? പിതൃയജ്ഞം ചെയ്യണം. മരിച്ചവർക്ക് പോലും ശ്രാദ്ധകർമ്മം ചെയ്യുന്നത്, ബലികർമ്മങ്ങൾ ചെയ്യുന്നത് ആര് കാണണം? യുവതലമുറകൾ കാണണം. മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ എങ്ങനെ ചെയ്യണം? ശ്രീരാമൻ മരിച്ച അച്ഛനും അമ്മക്കും വേണ്ടി ബലി ചെയ്തു, ബലിയിട്ടു. എന്തിനാണത്? അയാൾക്ക് ബലിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. മഹാവിഷ്ണുവിന് എന്ത് ബലിയുടെ ലോകത്തിന് വേണ്ടി കാണിച്ചു കൊടുക്കും. നമ്മളിത് കാണിച്ചു കൊടുക്കണം, വേണ്ടിയിട്ടല്ല. അപ്പോൾ എന്താണ്? പിതൃയജ്ഞം. അടുത്ത യജ്ഞം നൃയജ്ഞം അല്ലെങ്കിൽ മനുഷ്യയജ്ഞം. മനുഷ്യയജ്ഞം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക.
സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, അയൽവാസികളെ, ഇത് അയൽവാസികളെ സ്ഥലം എങ്ങനെയുണ്ട് ഒന്ന് കൂട്ടിയെടുക്കാൻ, അല്ലേ? ഇന്ന് അതല്ലേ കാണുന്നത്. ആ കുറ്റി എന്താണ്, ഈ സർവേ കല്ലുണ്ടെങ്കിൽ അത് പറിച്ചിട്ട് കുറച്ചങ്ങോട്ട് നീക്കി വെക്കുക, അല്ലെങ്കിലോ ജോലി ചെയ്യുമ്പോൾ അപ്പുറത്തെ സ്ഥലത്തിലെ കുറച്ച് ഇങ്ങോട്ട് കൂട്ടിയെടുക്കുക. ഇതാണ് നമ്മൾ കാണുന്നത്. അയൽവാസികൾ തമ്മിൽ പോലും എന്തില്ല ഒത്തൊരുമില്ല. അയൽവാസികൾ ആരാണെന്ന് തന്നെ അറിയില്ല. തൊട്ട അയലത്തെ വീട്ടില് ആൾ ആരാണെന്ന് പോലും അറിയാം. നമ്മളിപ്പോ ആശ്രമത്തിന്റെ അടുത്തൊക്കെ ഇത് നിത്യവും കണ്ടുവരുന്ന സംഭവമാണ്. ജാതിയുടെ പേരിൽ, ഇത് കൂടുതലൊക്കെ ഹിന്ദുക്കളല്ല, ജാതിയുടെ പേരിൽ, കുലം, അങ്ങനെ ഇത് ഓരോന്നും പറഞ്ഞ് അവൻ പൊലയനാണ്, പറയാനാണ്, മറ്റേ എന്തെല്ലോ കുറേ ജാതികളുണ്ടല്ലോ, നമ്മൾ ഒരുപാട് ജാതികൾ. ഈ ജാതികൾ തമ്മിലുള്ള എന്താണ്, അതുകൊണ്ട് ഇതൊക്കെ വിട്ട് ഇതെല്ലാറ്റിലും കുടികൊള്ളുന്നത് ഭഗവാൻ തന്നെയാണെന്നുള്ളത് പോലെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുക, അത് തന്നെ വലിയൊരു കഴിവാണ്. ഇതാണ് മനുഷ്യത്വം. വീട്ടിൽ വരുന്ന അതിഥിയോട് ഒന്നിരിക്കാൻ പറയുക, ഒരു കസേര ഇട്ടിട്ടിരുന്ന് അവർക്ക് ഇത്തിരി വെള്ളം കൊടുക്കുക. വീട്ടിലൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും പച്ചവെള്ളമെങ്കിലും കൊടുക്കുക. ഇതെന്താണ്? വലിയൊരു യജ്ഞമാണ്. രണ്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാനം, രണ്ടാണ്. ഒന്ന് വിദ്യാദാനം, രണ്ട് അന്നദാനം. അപ്പോൾ വിദ്യാദാനം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, അറിവ് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. എന്നാൽ എന്താണ് അന്നദാനം അല്ലെങ്കിൽ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാൻ കഴിയുക. ഭക്ഷണത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എന്താണെന്നറിയാത്? ഈ ലോകത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഭക്ഷണം, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഏത് ജീവി പോലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്ത്? ഭക്ഷണം. രണ്ടാമത്തെ കാര്യം സ്നേഹം. എന്താണ്? സ്നേഹം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഇന്ന് സ്നേഹം അല്ലെങ്കിൽ പ്രേമം. ഇത് ഈ പ്രേമത്തിലെല്ലാം കുടുങ്ങിപ്പോകുന്നത് അത് വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥ പ്രേമം ഒന്ന് സ്നേഹത്തോടു കൂടി പെരുമാറുക പരസ്പരം. എന്തൊരു സുഖമാണത്! ഇതിലും വലിയ സുഖം വേറെ എന്തെങ്കിലും ഉണ്ടോ? ആത്മാർത്ഥമായി സ്നേഹിക്കുക, ഒന്നും മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ചീതാഹ മാകൃത കസ്യസിദ്ധനം. അന്യന്മാരുടെ സമ്പത്തിൽ ആഗ്രഹിക്കാതെ ത്യാഗപൂർണമായ ജീവിതം കൊണ്ട് തന്നെ രക്ഷിക്കണം. യജുർവേദത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്. ഇതാണ് അന്യന്മാരുടെ സമ്പത്തിൽ മോഹിക്കാതെ ത്യാഗപൂർണമായ ജീവിതം കൊണ്ട് തന്നെ രക്ഷിക്കണം. തന്നെ രക്ഷിക്കണം എന്നാണ് തൻ്റെ ആത്മാവിനെ രക്ഷിക്കണം. ആത്മാവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ടെന്നും പറഞ്ഞില്ല. മൂപ്പരുടെ അനുഗ്രഹം നമ്മൾ വന്നു ചേരണം. ശ്രദ്ധിക്കുക, എൻ്റെ ഉള്ളിൽ ഈശ്വരനാണ്, നിൻ്റെ ഉള്ളിൽ ഈശ്വരൻ, എല്ലാവരുടെ ഉള്ളിൽ ഈശ്വരനാണ് പറയാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ എന്താണ്? മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ത്യാഗപൂർണമായ ജീവിതം കൊണ്ട് തന്നെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ സമ്പത്ത് മോഹിക്കാതെ, മറ്റുള്ളവൻ്റെ ഭാര്യയെ, മറ്റുള്ളവൻ്റെ ഭർത്താവിനെ, മറ്റുള്ളവൻ്റെ ധനത്തെ എന്ന് പറഞ്ഞ എല്ലാം തന്നെ ആഗ്രഹിക്കാതെ, മാകൃത കസ്യസിദ്ധനം എന്നാണ് പറയുന്നത്. ആഗ്രഹിക്കാതെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുക. അതുകൊണ്ട് ഒന്നും വേണ്ടെന്നല്ല ഇവിടെ പറഞ്ഞു. അങ്ങനെയുള്ള സ്നേഹം മനുഷ്യരോട് ഉണ്ടാക്കിയെടുക്കാം. മൃഗങ്ങളോട് നമുക്കിപ്പൊന്നും കഴിയില്ല. എവിടെ കഴിയാ? മനുഷ്യരോട് കഴിയുക. മൃഗങ്ങളിപ്പം നമുക്ക് കഴിയില്ല. ഇപ്പോൾ കുരങ്ങന്മാരൊക്കെ വന്നാൽ അത് വന്ന് നമ്മളെ തേങ്ങയും കരിക്കും ഒക്കെ മുറിച്ചിടും, അല്ലേ? അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. മൃഗങ്ങൾ വരുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ ചെയ്യണം. പക്ഷെ മനുഷ്യനേക്കാൾ മോശം മൃഗങ്ങൾ അല്ല, മനുഷ്യരുണ്ട്, മൃഗങ്ങളെക്കാൾ മോശമുള്ള മനുഷ്യരുണ്ട്. അതില്ലാന്ന് പറയുന്നില്ല, അവരോട് അങ്ങനെ തന്നെ നിൽക്കുക. എങ്കിലും നമ്മൾ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അയൽവാസികളെ എങ്കിലും കഴിയുക. വീട്ടിൽ വരുന്ന അതിഥികളെ, ശത്രുവായാലും നമ്മൾ വീട്ടിൽ വരുന്നാൽ അവരോട് മാന്യമായി പെരുമാറാൻ പഠിക്കുക. എന്താണ്? നൃയജ്ഞം. എന്താണ്? നൃയജ്ഞം അല്ലെങ്കിൽ മനുഷ്യയജ്ഞം. അടുത്തത് ഭൂതയജ്ഞം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു അംശം വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിട്ട് കൊടുക്കുക. ഇത് അധികാരം ചെയ്യാറുണ്ടാവും അല്ലേ? വേസ്റ്റ് അല്ലേ? വേസ്റ്റ് ഇടാൻ എന്താ പറഞ്ഞത്? എല്ലാവരും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇട്ട് കൊടുക്കുക. ഇതിൽ ദേവയജ്ഞത്തിൽപ്പെട്ടതാണ് ക്ഷേത്ര ആരാധനയും ഒക്കെ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, പറയാൻ വിട്ടുപോയതാണ്. എന്താണ്? ദേവതകളെ, വിവിധ ദേവതകളെ ആരാധിക്കുന്ന സമ്പ്രദായം. ദിവസവും അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുക,
നമുക്ക് കഴിയുന്ന സഹായങ്ങൾ ആ ക്ഷേത്രത്തിന് വേണ്ടി, ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് നമ്മൾ ചെയ്യുക. ഇതൊക്കെ ദേവയജ്ഞത്തിൽ പെട്ടതാണ്. കാരണം നമ്മളുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് ആർക്കും അറിയില്ല. അതിനുള്ളൊരു തെളിവുണ്ടാക്കുന്ന ഇടമാണ് ഒന്നാമതായിട്ട് ക്ഷേത്രങ്ങൾ. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എന്തിലാണ്? ക്ഷേത്രത്തിലാണ്. ക്ഷേത്രമൊന്നും ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആരും അറിയില്ല. ഇനിയിപ്പോൾ മുസ്ലിം മതങ്ങൾ, ഇസ്ലാം മതങ്ങളൊക്കെ ക്ഷേത്രത്തിനെ നല്ലപോലെ വിമർശിക്കും. പക്ഷേ അവരും എവിടെ പോയിട്ട് എന്താണ് ചെയ്യുന്നത്? സൗദി അറേബ്യയിൽ പോയിട്ട് നമ്മൾ പ്രദക്ഷിണാണെങ്കിൽ അവർ അപ്രദക്ഷിണമാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇവിടുത്തെ അതേ നമ്മളുടെ ചടങ്ങുകളൊക്കെയാണ് അവിടെ സൗദി അറേബ്യയിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാവർക്കും വിമർശിക്കാൻ പെട്ടെന്ന് കഴിയും. കാരണം ഇവിടെ ക്ഷേത്രത്തിലൊന്നും പോകില്ല. എന്നാലോ അവസാനം ഹജ്ജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണോ? അവിടെ ക്ഷേത്രത്തിൽ പോകണം. അതുകൊണ്ട് എല്ലാ ദിക്കിലും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തെ നല്ലതുപോലെ പരിപാലിക്കുക. അതുകൊണ്ട് ക്ഷേത്ര ദർശനം നമ്മൾ നിത്യമായിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ നമ്മളെ കുട്ടികളെയും നമ്മളെല്ലാവരും പോവുക, അതും ചെയ്യണം. ഇങ്ങനെ പഞ്ചമഹായജ്ഞങ്ങൾ നമ്മൾ ശരിക്കും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ശാന്തിയും സമാധാനവും ഉറപ്പാണ്. അതുകൊണ്ട് ഇത്രമാത്രം പറഞ്ഞ് ഞാനിവിടെ നിർത്തട്ടെ. എനിക്കിന്ന് കോഴിക്കോട് പോകണം. ഞാൻ ഇന്ന് വരില്ല എന്നുള്ളതൊക്കെ പറഞ്ഞായിരുന്നു ഇദ്ദേഹത്തോട്, സ്വാമിജീനോട്. അപ്പോൾ സ്വാമി പറഞ്ഞ അതിൽ എന്തായാലും വരണം. അല്ലേ ഞാൻ ഇന്ന് രാവിലെ കോഴിക്കോടേക്ക് പോയിട്ടുണ്ടാവും. കോഴിക്കോട് ഓ അല്ല, ഇതൊക്കെ സ്വാമിജിക്ക് അറിയാം. സ്വാമിജി പറയാട്ടോ. സ്വാമിജി പിന്നെ ഏറ്റവും ഹൈ ലെവലിലാണ് സംസാരിക്കൂ. എങ്ങനെ നമ്മൾ പിന്നെ അത്ര ഉയരങ്ങളിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുന്നു, അത്രയേ ഉള്ളൂ. ശരി. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ധ്യാനത്തെക്കുറിച്ചാണ് ഈ ഒരു സെഷൻ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ധ്യാനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ, എന്താണ് ധ്യാനം എന്ന് പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ധ്യാനം ശരിക്കും സംഭവിക്കുന്നത് ഒരു വഴുതി വീഴൽ പോലെയാണ്. ഈ നിമിഷത്തിൽ നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് ധ്യാനം. അതായത് മനസ്സിനെ ജാഗ്രത അവസ്ഥയിൽ നിലനിർത്തുമ്പോൾ സംഭവിക്കുന്നതാണ് ധ്യാനം. അപ്പോൾ ആദ്യം ഒരു ധ്യാന കഥ പറയാം. ഈ മനസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധ്യാന കഥയാണ്. അപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഗുരു ശിഷ്യനോട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആവശ്യം പറയുകയാണ്. ഒരിടത്ത് പറയും, ഇന്ന് മുതൽ നീ വെള്ളത്തിനെ പറ്റി ചിന്തിക്കരുത്. വെള്ളം, കുടിക്കാനുള്ള വെള്ളം, സാധാ വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അപ്പം ധ്യാന സാധകൻ അത് എളുപ്പമായിട്ട് തോന്നി. സാധകൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ അങ്ങ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യും. ഞാൻ ഇന്ന് മുതൽ വെള്ളത്തിനെ കുറിച്ച് ചിന്തിക്കില്ല. സാധകൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ചിന്തിക്കുന്നത് വെള്ളത്തെക്കുറിച്ചാണ്. വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് എപ്പോഴും നോക്കിയാലും ആ ചിന്ത മാത്രമേ വരുന്നുള്ളൂ. കുടിക്കാനുള്ള വെള്ളം, ഞാൻ വീട്ടിൽ പോകുമ്പോൾ കുളിക്കാൻ വേണ്ടി വെള്ളം എടുക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. പിന്നെ ചിന്തിക്കും, ഈ ഭൂമിയിൽ 90% അല്ലെങ്കിൽ 75%, 3/4 ഭാഗത്തോളവും വെള്ളമാണ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കും എന്നുള്ള ഒരു ന്യായീകരണമുള്ള ചിന്ത വരെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയാണ്. എന്നിട്ട് അദ്ദേഹം അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് ഓടി ഗുരുവിൻ്റെ അടുത്ത് പോയി. ഗുരു, അങ്ങ് ചെയ്ത ഒട്ടും ശരിയായില്ല. എനിക്ക് ഇന്നലെ വരെ വെള്ളം ഒരു ഭാരമായിരുന്നില്ല. പക്ഷേ ഇന്നിതാ ഞാൻ വെള്ളത്തിനോട് മല്ലിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു നിമിഷം പോലും വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഗുരുവിന് ഇത് കേട്ട് ആകെ ചിരി വന്നു. ഗുരു പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ ഇപ്പോൾ മനസ്സിലായോ? ഇപ്പം മനസ്സിനോട് ഇപ്പം എന്താണോ പാടില്ല എന്ന് പറയുന്നത് അത് മനസ്സ് എപ്പോഴും പാടിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് നീ ഒരിക്കലും മനസ്സിനെ അടക്കാൻ ശ്രമിക്കരുത്. മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സ് എന്ത് ചെയ്യും? മനസ്സ് കാലിയാവും. അവിടെ ചിന്തകൾ വരില്ല. അതായത് നമ്മൾ മനസ്സിനെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിരീക്ഷിക്കുക. എപ്പോഴും മനസ്സിനെ നിരീക്ഷിക്കുക. മനസ്സിൽ വരുന്ന ചിന്തകളെ നമ്മൾ അടിച്ചമർത്താൻ ശ്രമിക്കാതെ അതിനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ ചിന്തകൾക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള അവസരം ഇല്ലാതാവും. മനസ്സ് കാലിയാവും. നിരീക്ഷണം എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളിലേക്ക് എത്തണം. നിരീക്ഷണം നമ്മളിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭാവിയിലോട്ടോ ഭൂതകാലത്തിലോട്ടോ നമ്മൾ പോകാൻ പാടില്ല. ചിന്തകൾ അങ്ങോട്ട് പോകാൻ പാടില്ല. മനസ്സിനെ ഈ നിമിഷത്തിൽ, ഈ ജാഗ്രത അവസ്ഥയിൽ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ഈ നിരീക്ഷണം സാധ്യമാകൂ എന്നാണ് ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മനസ്സിനെ കന്നുകാലികളെ പോലെ അഴിച്ചുവിടാതെ ഇരുന്നാൽ മനസ്സ് സ്വാഭാവികമായിട്ടും കാലിയാവും. അപ്പം മനസ്സ് എംപ്റ്റിയാവും, ശൂന്യമാവും എന്നുള്ളതാണ് ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞല്ലോ, മനസ്സിനെ ജാഗ്രത അവസ്ഥയിൽ നിലനിർത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ നിലനിർത്തണമെങ്കിൽ കുറച്ച് ടെക്നിക്സുകളുണ്ട് ധ്യാനത്തിലേക്ക് പോകാൻ വേണ്ടി. ശരിക്കും ധ്യാനം എന്ന് നമ്മൾ കേൾക്കുമ്പം ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് അനങ്ങാതെ ചമരം മുട്ടിയിരുന്ന്, അല്ലെങ്കിൽ കണ്ണുകൾ അടച്ചിരിക്കുക, കണ്ണുകളടച്ച് ഒരു ഇഷ്ടമൂർത്തിയെ കാണുകയോ, അല്ലെങ്കിൽ ശ്വാസത്തെ ശ്രദ്ധിക്കുകയോ, അല്ലെങ്കിൽ ഒരു ദീപനാളത്തെ കാണുകയോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന അത്രേ ഉള്ളൂ. എന്നാൽ ധ്യാനത്തിൽ തന്നെ 2 രീതിയിലുള്ള ധ്യാനമുറകളുണ്ട്. ആക്റ്റീവ് എന്നും പാസീവ് എന്നുള്ള 2 രീതിയിലുള്ള ധ്യാനമുറകളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ സെഷൻസിലൂടെ മാത്രമാണ് നമുക്ക് മൈൻഡിനെ ഈ ഭൂതകാലത്തിലോട്ടും ഭാവി കാലത്തിലോട്ടും പോകുന്ന ചിന്തകളിൽ നിന്നും എല്ലാം മാറ്റി ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ നിർത്തുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ധ്യാനം എന്നുള്ള ആ ഒരു അവസ്ഥയിലോട്ട് സ്വാഭാവികമായിട്ടും വഴുതി വീഴുന്ന ഒരു പ്രക്രിയയിലോട്ട് നമ്മൾ പോകും. അപ്പം ആ ജാഗ്രത അവസ്ഥയിൽ നിർത്താനാണ് ഈ ആക്റ്റീവും പാസീവും ആയിട്ടുള്ള മെഡിറ്റേഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പോൾ ആദ്യം ഒരു ആക്റ്റീവ് മെഡിറ്റേഷൻ പോലെ ഒരു ചെറിയൊരു ഇത് നമ്മൾ ചെയ്തു നോക്കാം. ഈ ചെയ്തതാണ് ഒരു ആക്റ്റീവ് മെഡിറ്റേഷനാണ്. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ ചെയ്തത്? നമ്മൾ ഇതിനു മുന്നേ മുന്തിരിക്ക കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു അനുഭൂതിയിലൂടെ നമ്മൾ പോയിട്ടുണ്ടാവില്ല. നമ്മൾ ചുമ്മാ വായിലിടുന്നു, ചവച്ചരച്ച് കഴിക്കുന്നു, ചിലപ്പോൾ ചവയ്ക്കാതെ തന്നെ കഴിക്കുന്നു. നമ്മൾ അറിയുന്നില്ല എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ അറിയാതെ ചെയ്യുകയാണ്. നമ്മൾ ശ്വാസം എടുക്കുന്നത് പോലും നമ്മളിപ്പോഴും ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അറിയുന്നില്ല. ഒരു യാന്ത്രികമായിട്ട് അത് സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ഭക്ഷണമായിരുന്നാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നാലും എന്തായിരുന്നാലും നമ്മൾ ഈ ഒരു യാന്ത്രികതയിലാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതും നമ്മൾക്ക് ഓർമ്മകളിൽ നിൽക്കാത്തതും അതുകൊണ്ടാണ്. നമ്മൾ ഈ ഭാവിയെ ആലോചിച്ച് അല്ലെങ്കിൽ ഭൂതകാലത്തെ ആലോചിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യുന്നതെന്നുള്ള ഒരു പിടിയില്ല. കഴിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ TV കാണുമായിരിക്കും, മൊബൈൽ കാണുമായിരിക്കാം. ഇതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം നമ്മൾ കഴിക്കുന്നത് പോലും. അപ്പോൾ എന്താണ് കഴിച്ചതെന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾ ആലോചിക്കും, എന്തായിരിക്കും രാവിലെ, ദോശയാണോ പുട്ടാണോ, ചോറിൻ്റെ കൂടെ എന്തായിരുന്നു കറി എന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തിപ്പെടാറുണ്ട്. അപ്പം ഈ ഒരു ജാഗ്രത അവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഈറ്റിംഗ് മെഡിറ്റേഷൻ. മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ കാര്യങ്ങളെ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു മൈൻഡ്ഫുൾ ഈറ്റിങ്ങിൻ്റെ ഈ ഒരു സെഷൻ നമ്മൾ ചെയ്തത്. നമ്മുടെ മൈൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടിപ്പോകാതെ ഈ നിമിഷത്തിൽ നിൽക്കാൻ പറ്റും. എന്താണോ ഈ നിമിഷം നമ്മൾ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ കറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്രമേ സ്വാഭാവികമായിട്ടും ധ്യാനം അവിടെ സംഭവിക്കും. അത് തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. കണ്ണടച്ചിരിക്കുമ്പോൾ എന്തോ ദർശനം കിട്ടുന്നതോ സൗണ്ട് കേൾക്കുന്നതോ ഇതൊന്നുമല്ല ധ്യാനം. ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിനെ നിലനിർത്തുമ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അത് ധ്യാനമാണ്. ആ ധ്യാനത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കർമ്മയോഗം എന്നെല്ലാം ഭഗവത്ഗീതയിൽ പറയുന്നത് എന്താണ്? ആ കർമ്മം എന്താണ് എന്നുള്ളത് അറിഞ്ഞ് ചെയ്യുക. ഭാവിയെക്കുറിച്ച് ആലോചിക്കുകയോ ഭൂതകാലത്തെക്കുറിച്ച് ആലോചിക്കുകയോ അത് ആരാണെന്ന് ചിന്തിക്കുകയോ എന്താണ് എന്ന് ചിന്തിക്കുകയോ ചെയ്യാതെ ഈ നിമിഷത്തിൽ എന്താണോ നിൻ്റെ ഡ്യൂട്ടി അത് ചെയ്യുമ്പോൾ അത് കർമ്മയോഗമായി. അത് തന്നെയാണ് ഒരു ധ്യാനവും. അതാണ് ഈ ഒരു ആക്റ്റീവ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അടുത്ത നമുക്കൊരു പാസീവ് മെഡിറ്റേഷനിലോട്ടുകൂടി പോകാം. ആക്റ്റീവ് കഴിഞ്ഞല്ലോ. അപ്പം പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല, നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു പാട്ടായിരിക്കാം, അതിനെ നമ്മൾ ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പം
ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് അനങ്ങാതെ ഇരുന്ന് ചെയ്യുന്ന ബോഡി മൂവ്മെൻറ്റോ ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു മെഡിറ്റേഷനാണ് പാസീവ് മെഡിറ്റേഷൻ. അപ്പം നമുക്ക് ഇതൊരു ആദിനാദ് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അതായത് ആദിയിലുണ്ടായ നാദം അത് ഓംകാരമാണ്. അപ്പം ആ ഓംകാരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 21 തവണ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പം നമ്മൾ അതിനോടൊപ്പം തന്നെ ഓം നമ്മൾ ചാൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഉള്ളിൽ നിന്നും ചാൻറ്റ് ചെയ്യുന്നു, വെറുതെ വായിൽ കൂടി ചാൻറ്റ് ചെയ്യുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഓം എന്നുള്ളത് ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെ നമ്മൾ ഇൻവോൾവ് ചെയ്ത് ചാൻറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് ഒരു 21 പ്രാവശ്യം ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സൈലൻസ് ആയിരിക്കും കുറച്ച് നേരം. ആ സൈലൻസിൽ നമുക്ക് ഈ നമ്മൾ ചെയ്ത ഈ ചാൻറ്റിങ് നമുക്ക് ഉള്ളിൽ കേൾക്കാൻ പറ്റണം. അപ്പം അത്രയും ഇൻവോൾവ്മെൻറ്റോട് കൂടി ചെയ്താൽ മാത്രമേ ആ ഒരു സംഭവം നമ്മൾ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ചാൻറ്റിങ് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. ആ മ്യൂസിക്കിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ നിമിഷത്തിൽ തന്നെ വേറെ ഒന്നിലോട്ടും ചിന്തിക്കാതെ നമ്മളിരിക്കുന്നു. അപ്പോൾ ആ ഒരു പാസീവ് മെഡിറ്റേഷൻ കഴിയുന്നു. അപ്പോൾ അതിലോട്ട് പോവാം. അപ്പോൾ എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കുക. ശരിക്കും നമ്മൾ പാസീവും ആക്റ്റീവും 2 മെഡിറ്റേഷനാണ് ചെയ്തത്. അപ്പോൾ ഈ 2 മെഡിറ്റേഷനിലും നമ്മൾ മൈൻഡിനെ ജാഗ്രതയിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ജാഗ്രതയിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ നിരീക്ഷണം എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് പതുക്കെ പോവുകയും ചെയ്തു. നേരത്തെ കഴിക്കാൻ വേണ്ടി തന്ന ആ ഒരു വസ്തു നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തപ്പോൾ അതൊരു നിരീക്ഷണമായി. നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ആ മനസ്സ് ഇവിടെ നിന്നതുകൊണ്ടാണ്, ഈ നിമിഷത്തിൽ നിന്നുകൊണ്ടാണ് അത് സാധിച്ചത്. പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ ഓം ചാൻറ്റിങ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ആ വൈബ്രേഷൻ എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തപ്പോൾ ഒരു സൈലൻസ് വന്നപ്പോൾ നമുക്ക് അതിനെ ചിലപ്പോൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവാം, ചിലപ്പോൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നാൽ ആ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവാം. പിന്നെ ആ പാട്ട് കേൾക്കേണ്ടി വന്നപ്പോഴത്തേക്ക് ആ പാട്ടിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്ത് നമുക്ക് നിൽക്കാനും സാധിച്ചു. ഇതുപോലെയാണ് നമ്മുടെ ഓരോ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ജീവിതം എന്ന് പറയാം. ഓരോ ദിവസത്തെയും ജീവിതവും ഓരോ നിമിഷത്തിലും നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ധ്യാനം എന്ന് നമ്മൾ പറയുന്നത്. ഇതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്താണോ നമ്മൾ തിരിച്ചറിയേണ്ടത്, അതായത് നമ്മുടെ ഉന്മയെ തന്നെയാണ് നമ്മൾ ആരാണെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് നമ്മളെല്ലാവരും പോകുന്നത്. അത് തിരിച്ചറിയാൻ പറ്റുന്നത് നമുക്ക് മനസ്സിനെ ഈ നിമിഷത്തിൽ നിർത്തി, ജാഗ്രതയിൽ നിർത്തി, നിരീക്ഷണത്തിൽ നമ്മുടെ മനസ്സിനെ തിരിച്ചറിയാൻ, മനസ്സിൻ്റെ ഈ പ്രവർത്തനങ്ങളെ, ചിന്തകളെ എല്ലാം നമുക്ക് നോക്കിക്കാണാൻ പറ്റുമ്പോഴാണ് ഇതൊന്നുമല്ല നമ്മൾ എന്നുള്ള സത്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതാണ് ധ്യാനം. ആ ധ്യാനാവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ എന്താണോ സത്യം എന്നുള്ളതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ശരിക്കും ഇന്നത്തെ ഈ ഒരു സത്സംഗം എന്തുകൊണ്ടും ഒരു മഹത്തരമായിട്ടുള്ളൊരു മുഹൂർത്തമായിട്ട് നമുക്ക് തോന്നുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്വയംഭൂമാതാ വിശ്വംഭരി ക്ഷേത്രം സനാതന സത്സംഗാശ്രമമാണ്. ശരിക്കും ഇതൊരു സാധനാ കേന്ദ്രമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അവനവനെ തിരിച്ചറിയാനുള്ള യാത്ര. അതെ. പക്ഷെ ഈ ഒരു സാധനാ കേന്ദ്രത്തിൽ നമ്മൾ ശീലിക്കുന്നത്, നമ്മൾ അന്ധമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുറകെയല്ല പോകുന്നത്, ഈശ്വരൻ്റെ ആ ഒരു സങ്കല്പത്തിൻ്റെ പുറകെയല്ല നമ്മൾ പോകുന്നത്. അവനവനെ തിരിച്ചറിയാൻ ഉള്ളിലേക്കുള്ള യാത്രയാണ്. ആ തിരിച്ചറിവിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വന്തം മനസ്സിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഉള്ളിലേക്കുള്ള യാത്രയിലോട്ടാണ് നമ്മൾ ഈ സാധനാ കേന്ദ്രത്തിൽ വരുമ്പോൾ എല്ലാം പോകുന്നത്. ശരിക്കും ഇങ്ങനൊരു കേന്ദ്രത്തിൽ വരുമ്പോഴാണ് നമ്മളെല്ലാവരും ആത്മബന്ധുക്കളാണെന്നുള്ളൊരു സത്യം നമുക്ക് തിരിച്ചറിയാനും സാധിക്കുന്നത്. ഒരേ മാനസികാവസ്ഥയിൽ ഒരേ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരെ ഒത്തൊരുമയോട് കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷവും ഒരു സ്നേഹവും എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും വരികയാണ്. ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ രാജേന്ദ്രാനന്ദ സരസ്വതി സ്വാമികൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ, അതിന് നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നിവിടെ നമ്മളെ ക്ഷണിച്ചതിൽ ഔദ്യോഗിക്ക് വരാൻ സാധിച്ചില്ല, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം പനിയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്കിവിടെ വരാൻ സാധിച്ചതും കുറച്ച് സമയം എല്ലാ ആത്മബന്ധുക്കളോടും ഒത്തൊരുമയോടുകൂടി ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കാനും കേൾക്കാനും സത്സംഗം കേൾക്കാനും സാധിച്ചതിൽ സന്തോഷം.
തരിക. ഓം നമ ശിവായ. ബഹുമാനപ്പെട്ട മഠാധിപതി രാജേന്ദ്രസ്വാമി അവർകൾക്കും ഇവിടെ സംസാരിച്ച മഹത്തുക്കൾക്കും ഇവിടെ ശ്രോതാക്കളായിരിക്കുന്ന മഹാത്മാക്കൾക്കും മഹതികൾക്കും, മഹതികളില്ലെങ്കിലും അത് നമുക്ക് പറയാതിരിക്കാനൊക്കില്ല, എല്ലാം എൻ്റെ ഹൃദയംഗമമായ നമസ്കാരം പറഞ്ഞുകൊണ്ട് രണ്ട് വാക്ക് പറയാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജ പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ. ഇത് നമ്മൾ സാധാരണ ഉരുവിടുന്ന ഒരു പദ്യമാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതും ഇന്ന് ഇവിടെ നടന്ന പരിപാടികളുടെ ഒരു ആകത്തുക അതിലുണ്ട്. ശുക്ലാംബരധരം വിഷ്ണു, വിഷ്ണു സ്വരൂപിയെക്കുറിച്ച് നേരത്തെ സംസാരിച്ചയാൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആരാണ് വിഷ്ണു സ്വരൂപി? ശുക്ലാംബരധരം വിഷ്ണു, വെളുത്ത ആകാശത്തെ ആരാണോ ചിതാകാശത്ത് ദർശിക്കുന്നത് അവൻ വിഷ്ണു സ്വരൂപിയാണ്. ഏത് മനുഷ്യനായാലും ശരി, വെളുത്ത ആകാശത്തെ ഭ്രൂസ്ഥാനത്ത് ചിതാകാശത്ത് ദർശിക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയും വിഷ്ണു സ്വരൂപിയാണ്. അതായത് നമ്മുടെ മോക്ഷത്തിൽ തന്നെ 4 വിധം പറയാറുണ്ട്: സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായൂജ്യം. ഇതിൽ സാരൂപ്യം എന്ന വകുപ്പാണ് ഈ ശുക്ല അംബരധരം വിഷ്ണു എന്ന വാക്ക്. അതായത് നേരത്തെയുള്ള നമ്മുടെ ജീവിത കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകാഗ്രതയിൽ മാനസികമായി ഒതുങ്ങി ഒരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ വെളുത്ത ആകാശത്തെ നമുക്ക് ദർശിക്കാൻ കഴിയും. എല്ലാ മനുഷ്യർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് മറ്റൊരു വകുപ്പ് ദൈവം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഏകദൈവമാണ്, ഏകദൈവം പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മം അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഈ പ്രകൃതി പരാശക്തിയുടെ സൃഷ്ടിയാണ്. ഏകനായ ദൈവം സൃഷ്ടിക്കില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ ഏകനായ ദൈവത്തിന് ശരീരമില്ല, കണ്ണില്ല, മൂക്കില്ല, നാക്കില്ല, മറ്റവയവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഏകനായ ദൈവം പരബ്രഹ്മം സൃഷ്ടിക്കില്ല. ആ പരബ്രഹ്മത്തിൻ്റെ ഒരു സവിശേഷമായ ഒരു ശക്തിയാണ്, ശക്തി ചൈതന്യമാണ് പരാശക്തി. ആ പരാശക്തിയാണ് പ്രപഞ്ചത്തെ, പഞ്ചഭൂതങ്ങളെ ആധാരമാക്കിക്കൊണ്ട് സൃഷ്ടികളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുക്കാനുള്ളത് ഈ എങ്ങനെയാണ് നമുക്ക് ചിതാകാശത്ത് ഈ വെളുത്ത മേഘത്തെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതിന് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഹരിനാമകീർത്തനത്തിൽ: പച്ചക്കിളിപ്പവിട പാൽവർണ്ണമൊത്ത നിറമെച്ചിപ്പവർക്ക് ഷഡാധാരം കഴിഞ്ഞുപരി എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഈ 6 ആധാരങ്ങളിലൂടെ നമ്മുടെ ശക്തി സഞ്ചരിച്ച്, അതായത് മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ജീവാത്മാവിൻ്റെ അവസ്ഥകളെ പറ്റിയാണ്. നമുക്ക് അവസ്ഥകൾ നമ്മൾ എവിടെയൊക്കെ എത്തിയെന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി അതിന് പ്രത്യേക സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഈ പറഞ്ഞ പദ്യത്തിലെ നിറങ്ങൾ. അതായത് മൂലാധാരത്തിൽ നല്ല ചുവപ്പായിരിക്കും. നമ്മുടെ വെറുതെ കിട്ടില്ല, നമ്മുടെ ധ്യാനത്തിലും നമ്മുടെ എല്ലാവിധമായ നമ്മുടെ ചിതാകാശത്തിലേക്ക് ഉള്ള നമ്മുടെ
പരമാത്മസ്വരൂപത്തെ, ചിതാത്മസ്വരൂപത്തെ നമ്മൾ പൂർണ്ണമായി ഈ പറഞ്ഞ ധ്യാനത്തിലൂടെ നിലനിർത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് മൂലാധാരത്തിൽ നിന്ന് നമ്മുടെ കുണ്ടലിനി പ്രവർത്തിക്കുകയുള്ളൂ. ആ മൂലാധാരത്തിൽ ചുവന്ന നിറവും അധിഷ്ഠാനത്തിൽ അല്പ വ്യത്യാസമുള്ള കളറും, മണിപൂരകത്തിൽ വരുമ്പം നല്ല മഞ്ഞ കളറ്. നമുക്ക് ദർശിക്കത്തക്ക കാര്യമാണ്, നമുക്ക് ദർശിക്കാൻ പാടില്ലാത്തതൊന്നുമല്ല. ഈ മണിപൂരകത്തിലുള്ള മഞ്ഞ കളറ് നമുക്ക് വളരെ വ്യക്തമായി ശ്രദ്ധിക്കാം. അതിൽ നിന്ന് തന്നെ ഉത്ഭൂതമാകുന്ന സംവിധാനങ്ങളാണ് അവിടെയുള്ള ദീപവും അവിടെയുള്ള ഈ വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഇരിപ്പിടവും ദശാവതാരങ്ങളും എല്ലാം നമുക്ക് കാണുന്നതും ഈ ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നത് ഈ മണിപൂരകത്തിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ മൂലാധാര, സ്വാധിഷ്ഠാനം, മണിപൂരകം, കേട്ടില്ല, അനാഹതത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ശബ്ദങ്ങളൊക്കെ കേൾക്കണം. 10 ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാൻ സാധിക്കും. ഒരു ശബ്ദമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നാദങ്ങളും നമുക്ക് അനാഹതത്തിൽ കേൾക്കാം. അവിടെയാണ് ശ്രീരാമൻ്റെയും സീതയുടെയും ഇരിപ്പിടവും. അവിടെ തന്നെയാണ് ഈ പരാശക്തിയുടെ ഒരു ഭാഗത്തുള്ള സംവിധാനങ്ങളും. ഈ ശ്രീരാമനും സീതാദേവിയും ഒക്കെ നമ്മൾ നമുക്ക് കാണുമ്പോൾ അത് കാവി കളറായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പരാശക്തിയെ ആ ഭാഗത്ത് തന്നെ കാണുമ്പോൾ, അതായത് സീതാദേവിയെ മറ്റൊരു രൂപത്തിൽ നമ്മൾ ഈ അനാഹത ഭാഗത്ത് കാണുമ്പോൾ പച്ച നിറമായിരിക്കും. അങ്ങനെ ഈ പല നിറങ്ങളും നമുക്ക് ഈ അനാഹത സ്ഥാനത്ത് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് അനാഹതം, വിശുദ്ധിയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നേരത്തെ സ്വാമി പറഞ്ഞതുപോലെയുള്ള പാലാഴി മദനങ്ങളും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ വിശുദ്ധിയിലാണ്. ഈ പാലാഴി മദനത്തിൽ ഭഗവാന്റെ വിഷപാനം അതെല്ലാം മറ്റൊരു വശത്താണ്. അതൊക്കെ നമുക്ക് അനുഭവത്തിൽ വരും. അത് തന്നെ പറയാം, കാണുകയല്ല, അനുഭവത്തിൽ വരണ കാര്യങ്ങളാണ്. ഈ വിശുദ്ധി സ്ഥാനത്താണ് പാൽവർണ്ണം നമ്മൾ കാണുന്നത്. ഈ പാൽവർണ്ണം നമ്മൾക്ക് വളരെ വ്യക്തമായി ദർശിക്കാവുന്നത് ഈ വിശുദ്ധി സ്ഥാനത്താണ്. അവിടെ നമുക്ക് കാണാം. അതിനെല്ലാം ആധാരം നേരത്തെ സ്വാമി പറഞ്ഞതുപോലെ ഉള്ള നമ്മുടെ ശ്വാസത്തിൻ്റെ നിലനിൽപ്പാണ്. അതായത് മനസ്സിനെ പിടിച്ചു കെട്ടുക എന്നുള്ളതാണ് സ്വാമി പറഞ്ഞതിൻ്റെ രഹസ്യം. മനസ്സിനെ അല്പം അഴിച്ചു വിട്ടാൽ അത് നമുക്ക് നേരെ മലയും കീഴ് ആണ് നമ്മൾ സങ്കല്പിച്ചാൽ നമ്മുടെ മനസ്സെവിടെ നിൽക്കും? മലയും കീഴ് നിൽക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള വാക്ക്, മനസ്സ് എവിടെ സങ്കല്പമുണ്ടോ അവിടെ നിൽക്കും. നമ്മളെവിടെ സങ്കല്പിക്കണോ നമ്മുടെ മനസ്സ് അവിടെ നിൽക്കും. രാജേന്ദ്രസ്വാമി ഇവിടെ പ്രസംഗിക്കുന്നത് നമ്മൾ ശരീരം എവിടെയുണ്ട്, കണ്ണുണ്ട്, നാക്കുണ്ട്, മൂക്കുണ്ട്, പക്ഷെ ഒന്നും കേൾക്കില്ല. എന്തുകൊണ്ട്? മനസ്സ് മലയും കീഴ് നിൽക്കുകയാണ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നിലനിർത്തേണ്ടത്, ഈ പിടിച്ചിരുത്തേണ്ടത്, ഇരുത്തി സംസാരിക്കേണ്ടത്, ഇരുത്തി പ്രവർത്തിക്കേണ്ടത്, ഇരുത്തി കേൾക്കേണ്ടതെല്ലാം മനസ്സിനെ നമ്മൾ ഉള്ളിൽ നിലനിർത്തണം. അല്പം വിട്ടുപോയാൽ അത് സഞ്ചരിച്ചു പോയാൽ ഇവിടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും ഉള്ളിൽ കടക്കില്ല. എന്തുകൊണ്ട്? മനസ്സില്ല. മനസ്സ് പുറത്തു പോയി. മനസ്സുണ്ടെങ്കിൽ എല്ലാം നമുക്ക് കാണാനൊക്കൂ, എല്ലാം കേൾക്കാനൊക്കൂ, എല്ലാം അറിയാനൊക്കൂ. അതുപോലെ നമുക്ക് ഈ ഷഡാധാരത്തിൽ എല്ലാ ദർശനങ്ങളും നമുക്ക് കിട്ടണതാണ്.
നമുക്ക് കാണാവുന്നതാണ്, നമുക്ക് അനുഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് വേണ്ടി ശ്രമിക്കുന്നതിന് ആദ്യം ഈ പറഞ്ഞതുപോലെ ശ്വാസത്തിനെ നമ്മൾ നിലനിർത്തി നമ്മുടെ ഉള്ളിൽ അത് പിടിച്ചിരുത്തണം. അതാണ് നമ്മളെ പഴയ ആളുകൾ പറയും, ഇരുത്തി സംസാരിക്കടാ, ഇരുത്തി പ്രവർത്തിക്കണം എന്ന് പറയണത് മനസ്സിനെ പിടിച്ചിരുത്തണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ മനസ്സ് സഞ്ചരിക്കും. മനസ്സ് സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ പരിസരത്ത് നടക്കണ ഒരു കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ ഒക്കില്ല, അറിയാൻ ഒക്കില്ല. എന്തുകൊണ്ട്? മനസ്സ് ഇവിടെ ഇല്ല, മനസ്സ് വെളിയിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സ് എവിടെ സങ്കല്പമുണ്ടോ അവിടെ മനസ്സുണ്ട്. ആ വാക്ക് നമ്മൾ മറക്കരുത്, ആ വാക്ക് ഓർമ്മിക്കണം. എവിടെ സങ്കല്പമുണ്ടോ അവിടെയാണ് മനസ്സ്. അല്ലാതെ നമ്മുടെ ഉള്ളിനകത്ത് അത് പ്രത്യേകിച്ചൊരു സ്ഥാനമില്ല. സ്ഥാനമുണ്ട് എപ്പോഴാണ്? നമ്മൾ പിടിച്ചിരുത്തുമ്പോൾ. നമ്മൾ പിടിച്ചിരുത്തുമ്പോൾ നമ്മുടെ ഭ്രൂസ്ഥാനത്ത് ആ മനസ്സിന് സ്ഥാനമുണ്ട്. അവിടെ വരുമ്പോൾ മനോബുദ്ധി അഹങ്കാരത്തിലേക്ക് വിടാതെ മനോബുദ്ധി ബോധത്തിലേക്ക് വിടണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിനെ ബുദ്ധിയിൽ നിന്ന് ബോധത്തിലേക്ക് വിടണം. മനസ്സിനെ ബോധത്തിലേക്ക് വിടുമ്പോൾ ആ ബോധസ്വരൂപനായ ഭഗവാനെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. മനോബുദ്ധി അഹങ്കാരമല്ല, മനോബുദ്ധി ബോധം. ഇപ്പം നമുക്ക് ആവശ്യം മനോബുദ്ധി ബോധമാണ്. അപ്പോൾ മനോബുദ്ധി ബോധത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭഗവാനെ ദർശിക്കാം. അപ്പോഴാണ് ശുക്ല അംബരധരം വിഷ്ണു. സംശയം, അഹങ്കാരം പറഞ്ഞു, മറുവശമാണോ ബോധം? അപ്പോൾ അഹങ്കാരത്തെ നമ്മൾ കൂടുതൽ ഉപാസിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു രാവണഭാവം. അല്ല, അതേ അഹങ്കാരത്തിൻ്റെ സ്വഭാവം അതാണല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിനെ ബുദ്ധിയുമായിട്ട് ചേർത്ത് അഹങ്കാരത്തിൽ വിടാതെ മനസ്സിനെ ബുദ്ധിയുമായിട്ട് ചേർത്ത് ബോധത്തിലേക്ക് വിടണം. അപ്പോൾ ആ ബോധസ്വരൂപനായ ആ ഭഗവാനെ, അതായത് അരൂപിയായ ആ ഈശ്വരനെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. എങ്ങനെ? നമ്മളെങ്ങനെ ഭഗവാനെ ദർശിക്കും? ആ ഭഗവാനെ ദർശിക്കുന്നതാണ് ശക്തി ചൈതന്യം. ആ ചൈതന്യ സ്വരൂപനായ ആ ഭഗവാനെ നമ്മൾ ദർശിക്കുമ്പോൾ അത് നിലനിർത്തുമ്പോഴാണ് നമുക്ക് ആനന്ദം അനുഭവപ്പെടുന്നത്. ഈ ആനന്ദമാണ് പരമാനന്ദം. ഇത് വേറെ ആരും കൊണ്ടുതരണതല്ല. ഗുരുവിന് പോലും പറഞ്ഞു തരാനേ ഒക്കൂ, കൊണ്ടുതരാൻ ഒക്കില്ല. ഗുരുവിനായാലും ഗുരു വസ്തുതകൾ പറഞ്ഞു തരും. അത് നമ്മൾ അനുസരിച്ച് പ്രവർത്തിച്ച് നമ്മൾ സിദ്ധമാക്കിയാൽ നമുക്ക് അതെല്ലാം അനുഭവിക്കാം. അങ്ങനെ ശുക്ല അംബരധരം വിഷ്ണു, നമ്മളെല്ലാം വെളുത്ത ആകാശം ദർശിക്കുമ്പോൾ നമ്മളെല്ലാം വിഷ്ണു സ്വരൂപിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു. Shiva.
ശ്രീ